സ്വാഗതം. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അതിനായി ഞാൻ ആദ്യം ബാബു ഇബ്രാഹിം സാറിനെ, നമ്മുടെ ആദരണീയനായ സെക്രട്ടറി ഡോക്ടർ ബാബു ഇബ്രാഹിം സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് വൈകി തുടങ്ങാൻ. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ എത്തിച്ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. പലരും പല ഔദ്യോഗിക തിരക്കുകളിലുമായതുകൊണ്ടാണ് എത്തിച്ചേരാൻ താമസിക്കുന്നത്. മാത്രമല്ല, ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം പരിപാടികൾ തന്നെ പലതും പല സ്ഥാപനങ്ങളിലും നടക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു എന്താ പറയേണ്ടത്, ഓർഡറിലുള്ള ഒരു പരിപാടിയല്ല നമ്മൾ നടത്തുന്നത്. ഇതൊരു സൗഹൃദ സംഗമമാണ്. എന്തുകൊണ്ടാണ് MES ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, ആധുനിക ചുറ്റുപാടുകളിൽ നമ്മൾ മനുഷ്യരിൽ നിന്നും ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ MES ഈ എല്ലാ ഓണക്കാലത്തും ഓരോ സൗഹൃദ സംഗമങ്ങൾ നടത്താറുണ്ട്. അത് താലൂക്ക് ജില്ലാ ആസ്ഥാനങ്ങളിലും സംസ്ഥാനത്തുമായിരുന്നു സാധാരണഗതിയിൽ. ഇത്തവണ അത് MESൻ്റെ സ്ഥാപനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുക എന്ന ഒരു പുതിയ നയം ആണ്, ഒരു പരിപാടി. അതോടൊപ്പമാണ് നമ്മൾ ഇവിടെ കൂടിച്ചേരുന്നത്. ഇവിടെ നമുക്ക് അടുത്തയാഴ്ച ഓണം വരികയാണ്. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലൊരു പ്രത്യേക കുളിർമയുണ്ട്, പഴയ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ അയവിറക്കാനും പഴയ കുട്ടിക്കാലത്ത് കണ്ട ഓണത്തെക്കുറിച്ച് ഒന്നും കൂടി ഓർക്കാനും, അതിലുപരിയായി നമ്മളെല്ലാ ആളുകളും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ കൂടി അവരുടെ ഉള്ളു തുറന്ന് സംസാരിക്കാനും സന്തോഷിക്കാനും, അതിലൊക്കെ ഉപരിയായി സ്നേഹത്തിൻ്റെ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആദ്യം ഉദ്ഘാടനം ഇന്നയാൾ ചെയ്യണം, ആശംസ പറയണം, അങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വന്ന എല്ലാ ആളുകളും ഒരുപോലെയാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ MLA എത്തിച്ചേരും. MLA അടുത്ത് ഒരു സ്ഥലത്ത്, നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൽ ഔദ്യോഗികമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ MLAയും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ഇങ്ങോട്ടെത്തും. ഇവിടെ മുഖ്യമായി ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ പഴയ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയും കൂടുതൽ സമയം നീട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന ആളുകൾക്ക് പരസ്പരം ഒന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ആരെയും വിളിക്കില്ല. നമ്മുടെ ചെയർമാൻ ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് പുതിയ ആളാണ്. MESനെ സംബന്ധിച്ച് ഒരുപാട് പരിചയസമ്പന്നനായിട്ടുള്ള ആളാണ്. അദ്ദേഹം 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം ഇതൊരു ഓപ്പണായിട്ട് തരും. ആരെയും വിളിക്കില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആളുകൾക്കിടെയും മനസ്സിൽ വല്ലതൊക്കെ സംസാരിക്കാനുണ്ടാകും. അതിനുള്ള ഒരു അവസരം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ സ്വയം ഒരു ക്രമീകരണം അവരവരുടെ സംസാരത്തിൽ ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ പഴയ കാലത്ത്, ഇപ്പോൾ ഓണം നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത്, ഇതെൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പഴയ കാലത്ത് ഇത് കർഷകൻ്റെ ഒരു ഉത്സവമായിരുന്നു, നാട്ടിൻ പ്രദേശത്തുള്ള ഒരു ഉത്സവമായിരുന്നു. അങ്ങനെയാണല്ലോ. നാട്ടിൻ പ്രദേശത്തിൽ നിന്ന് പച്ചിലക്കുമ്പിൾ കുത്തി മുക്കുറ്റിയും മന്ദാരവും ചെക്കിപ്പൂവൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ കൊച്ചുവിളക്ക് കൊളുത്തി മുന്നിൽ എന്ന് കടത്തനാട്ട് മാധവി അമ്മ പാടിയതുപോലെ ആ ഒരു കാലമുണ്ടായിരുന്നു. പറമ്പുകളിലും പാടത്തുമൊക്കെ കുട്ടികൾ ഓടി പൂ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി പൂടുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് നമ്മൾ പൂടുന്നത് ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്ന് പൂ വരണം, അല്ലെങ്കിൽ കളർ പൊടി കൂട്ടിച്ചേർത്ത് പൂ ഉണ്ടാവണം. പക്ഷേ അവിടെ ഒരു കലയുണ്ട്, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലത്തേക്ക് മാറ്റി ട്രാൻസിഷനാണ്, സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ ഇറ്റ് ഈസ് ഗോയിങ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടേ പറ്റുള്ളൂ, നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്താണെങ്കിൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു.
ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യങ്ങൾ ഉണ്ടാകുന്നു വരുന്നില്ല. പക്ഷേ എങ്കിലും സമൂഹത്തിൻ്റെ അടിത്തറയിൽ കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒന്നും വിൽക്കാനും ഇല്ല, ഇല്ലാനും ഉണ്ണാനുമില്ല. പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ചില സഹായങ്ങൾ കൊണ്ടാണ് ഒരു പരിധി വരെ ആളുകൾ ഇങ്ങനെ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദി സ്കൈ സ്ക്രാപ്പിംഗ് പ്രൈസ് റൈസ് നാട്ടിൽ നടക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ സമ്പത്ത് രംഗത്ത് ലോകരാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് വളരെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താണെന്നുള്ള ഞാൻ പഠിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇറ്റ് ഈസ് എൻ എനിഗ്മ, ഒരു പിടികിട്ടാത്തൊരു കാര്യമാണ്. കാരണം വെൻ പ്രൈസസ് ആർ ഗോയിങ് അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ സാമ്പത്തികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഡയലക്റ്റിസം അവിടെ നടക്കുന്നുണ്ട്. ഇതും സമൂഹത്തിൻ്റെ ചേഞ്ചാണ്, പഴയ ഓണവും പുതിയ ഓണവും തമ്മിൽ. പിന്നെ ആഘോഷങ്ങൾ എല്ലാം ആഘോഷങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 1 തുടങ്ങിയത് മുതൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യദിന ആഘോഷമാണ്. മനസ്സിൽ തൊടാത്ത അതെല്ലാം കൊമേഴ്സ്യലൈസ് ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ കർണാടകയിലെ 2 ഗ്രാമങ്ങളിൽ നിന്ന് നെയ്തെടുത്തിരുന്ന നമ്മുടെ ദേശീയ പതാക ഇന്ന് അത് കമേഴ്സ്യലായിട്ട് ബോംബെയിലെ തുണി മിൽ ഉടമകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആ 2 ഗ്രാമങ്ങൾ മുഴുവൻ ഏറെക്കുറെ പട്ടിണിയായൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആഘോഷങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ നടുവിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കൂടിച്ചേരുന്നത്. ഏറ്റവും കുറഞ്ഞു വരുന്ന മനുഷ്യർ. കാരണം എന്താണെന്നറിയാം, അവിടെ നമ്മുടെ പല ചിന്തകൾ വരികയാണ്. കാരണം ഈ സ്ഥാനങ്ങളിലേക്ക് പിടിച്ചു കയറാനുള്ള ഒരു അത്താണിയായി നമ്മുടെ ധാർമ്മിക ചിന്തകളെ ഒരു കരുവാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ അവിടെയും കാര്യങ്ങളൊക്കെ വഴുതി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനവുമായിട്ടാണ് MES ഇങ്ങനെ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പരിപാടി നമ്മൾക്ക് ഏറെക്കുറെ 1.5-2 മണിക്കൂറിൽ നമ്മൾക്ക് നിർത്തണം. ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലക്ക് ഒരു ചെറിയ രീതിയിൽ ലളിതമായിട്ടുള്ള ഒരു ഉച്ചയൂണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാ ആളുകളും അതിൽ പങ്കെടുത്ത് നമ്മളോടൊപ്പം ഇന്നത്തെ ഉച്ചയൂണ് നമ്മൾ ഒന്നിച്ച് എന്നുള്ള ഒരു വികാരത്തോടു കൂടി എന്താണ് റെഡി ആയിട്ടില്ലേ? ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഇല്ലേ? ഇപ്പോഴല്ലല്ലോ, ഉച്ചക്കല്ലേ. അപ്പം അതുകൊണ്ട് അതിൽ കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചെയർമാൻ നിങ്ങളോട് MESുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഈ സംഗമം എന്ന് അദ്ദേഹം പറയും. അതിനുശേഷം ഇത് ഓരോ ആളുകളും വന്ന് അവർക്കുള്ള ഓണം ഓർമ്മകൾ അയവിറക്കുക അവനവൻ്റെ സ്ഥാനത്തിനനുസരിച്ച്. പ്രിയരെ, കൂടുതൽ സംസാരിക്കാൻ പറ്റിയൊരു വേദിയുമല്ല. കാരണം ഒരുപാട് ആളുകൾ, പൊന്നാനിയെ സംബന്ധിച്ചോളം ഒരുപാട് പ്രാസംഗികരും എഴുത്തുകാരും കവികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വേദിയാണ്. അവിടെ ഒരു പ്രസംഗം ചിലപ്പോൾ അധിക പ്രസംഗം എങ്കിലും ഒരു 2 വാക്ക്. MESൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും MES യൂണിറ്റുകൾ മുതലുള്ള ജില്ലാ തലത്തിലുള്ള എല്ലാ സംഘടനാ തലത്തിലും ഓണ സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ഒരു സർക്കിളുണ്ട്. നേരത്തെയും MES അത് നിർബന്ധിച്ചിട്ടുണ്ട്. ഒരു മതേതര സമുദായം, നമ്മളൊരു മതേതര സമുദായമാണ്. പലപ്പോഴും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. അവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് മുന്നോട്ട് നയിക്കുക. ഒരിക്കലും വിഭാഗീയതയില്ലാതെ, ജാതീയതയില്ലാതെ, മറ്റു ഒരു വിഭാഗീയതയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ, ഒന്നിച്ച് നീങ്ങാൻ അവരൊക്കെ പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ, അടുത്ത തലമുറയാണ് അവരൊക്കെ, അധ്യാപകരെയൊക്കെ, വിദ്യാർത്ഥികളൊക്കെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായി ഒക്കെ ഒന്നിച്ച് കൂടി നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നമ്മുടെ ഭാരതത്തിന് നിലനിൽക്കാനുള്ളൊരാവശ്യം. ഇപ്പോഴും നിലനിൽക്കണമെങ്കിൽ മതത്തിന് അതീതമായി, ജാതിക്ക് അതീതമായി നിലനിൽക്കി മുന്നോട്ട് പോയ യൂണിറ്റിയോടുകൂടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ളൊരു മനസ്സ് നമ്മളെ വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഓണ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളും പലപ്പോഴും പല ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഓണം മാത്രമല്ല, ഒരുപാട് ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഒന്ന് ഒത്തുകൂടാനും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരല്പനേരം
ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും പരസ്പരം പങ്കുവെക്കാനും കഴിവുകളൊക്കെ നമ്മൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറയുകയും അതോടൊപ്പം സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന ഒരു അവസരമാണിത്. പലപ്പോഴും ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടു ഒരുപാട് ആളുകൾ ദിവസങ്ങളായിട്ട് കണ്ടിട്ടില്ല, മാസങ്ങളായിട്ട് കാണാത്ത ആളുകൾ ഇവിടെ വന്നപ്പം പലപ്പോഴും പരിചയം പുതുക്കുന്നു. ഹരിദാസ് സാറിനെ വളരെ പണ്ടെങ്ങാണ്ടോ എൻ്റെ നാട്ടിലൊരു പ്രസംഗത്തിന് ഞാൻ കണ്ടതാണ്, പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എങ്കിലും ഇപ്പോൾ കണ്ടപ്പോഴാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പരിചയം പുതുക്കാനും ഒക്കെ കഴിഞ്ഞത്. അതുപോലുള്ള ഒരുപാട് പരിചയം പുതുക്കലും സന്തോഷം പങ്കിടലും ഒക്കെയാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിലാണെങ്കിലും ഓണം ആഘോഷിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ കുടുംബക്കാരൊക്കെയും മിക്ക സ്ഥലങ്ങളിലും വീട്ടിലെത്തും, തറവാട്ടിലെത്തും. പെരുന്നാളിനാണെങ്കിലും തറവാട്ടിലെത്തും. തറവാട്ടിലെല്ലാം കൂടി ഒത്തൊരുമിച്ചുള്ളൊരു ഭക്ഷണം കഴിക്കലും ഒക്കെ അങ്ങനെ ഒരു സന്തോഷം പകരാനുള്ളൊരു അവസരമായിട്ടാണ് ഈ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ നമ്മളെ കുടുംബത്തെ അറിയാനും നമ്മുടെ നാട്ടുകാരെ അറിയാനും നാട്ടുകാരുമായിട്ട് വീണ്ടും ഇടപഴകാനും ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് ഇത്തരം ഉത്സവങ്ങളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം തന്നെ. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനുമുള്ളൊരു ഊർജം നമുക്ക് നൽകുന്നതാണ് ഈ ആഘോഷങ്ങൾ. അത് മാത്രമല്ല, ഞാൻ ദീർഘിച്ച് പ്രസംഗിക്കുന്നില്ല, അതുകൊണ്ട് ചുരുക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. പലപ്പോഴും പുതുതലമുറ അതൊക്കെ മറന്നു പോകാറുണ്ട്, അതിലത്ര വില കൽപ്പിക്കാറുണ്ട്. അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചിലതൊക്കെ വേണ്ടാത്തതാണെങ്കിലും പക്ഷെ ചില ഈ ആചാരങ്ങൾ നമ്മൾ നടത്തുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. നമ്മളെ കുടുംബത്തിന്, സൗഹൃദത്തിന്, അല്ലെങ്കിൽ നാട്ടുകാരുടെ സൗഹൃദമുണ്ട്. ആ ഒന്നിച്ചു നിൽക്കാനുള്ളൊരു കഴിവുണ്ട്, ആ ഒന്നിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഒരു ലക്ഷ്യം തന്നെ. അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് തുടർന്നതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് നിർബന്ധമാണ്, ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ. അതോടൊപ്പം ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എല്ലാ ആഘോഷങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്. ഏതാണെങ്കിലും നമ്മൾ പലപ്പോഴും അനുസ്മരണ പ്രഭാഷണങ്ങൾ വരെ നടത്താറുണ്ട്, അനുസ്മരണ ദിനങ്ങൾ വരെ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ഓണം നമുക്ക് നൽകുന്ന സന്ദേശം ഒരുപാട് ആണ്. സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ പാട്ട് ഓർക്കുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച മാവേലി നാടു വാണിയിടും കാലം എന്നുള്ള ആ പദ്യം നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കള്ളത്തരങ്ങളില്ല, പൊളി വചനങ്ങളില്ല, അങ്ങനത്തെ ഒരു നാളിനെ കുറിച്ച് ഓർത്ത് നോക്കുക നമുക്ക്. പൊളി വചനമില്ല, കള്ളവുമില്ല, ചതിയുമില്ല, അളവ് പാത്രങ്ങളില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം മനസ്സിൽ ഓർത്തു പോയാൽ അതൊരു സ്വർഗം തന്നെയാണ്. അത്തരം ഒരു കാലഘട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഓണത്തെ ഓർക്കുമ്പം നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഓണത്തെ ഓർക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഓർക്കുക, ആ കാലഘട്ടം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാനുള്ളൊരു മനസ്സ് നമ്മിലുണ്ടാക്കുക എന്നുള്ളതാണ്. സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും നീതിയുടെയും വിഭാഗീയതകളില്ലാതെ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ ഓണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത്തരം സന്ദേശങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഏത് ആഘോഷങ്ങളായാലും പലപ്പോഴും അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ ഒരുപാട് നടക്കാറുണ്ട്. അപ്പോൾ ആരുടെ അനുസ്മരണം, അയാൾ എങ്ങനെ ജീവിച്ചോ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനം നമ്മൾ കൊണ്ടാടുന്നതൊക്കെ ഓർത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങളാണ്. അതാണ് സന്ദേശം. ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ നമുക്കൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാം. അതുപോലെ നമ്മുടെ ഒരു കോളേജാണ്, തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് സമൂഹമാണ് ഇന്ന് നമുക്ക് ആവശ്യമുള്ളത്. അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള അക്കാഡമിക്കലി ഓറിയൻറ്റഡ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് വേണ്ടത് പഠിക്കുന്നതോടൊപ്പം തന്നെ തന്നിലുള്ള കഴിവ് വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അത്തരമൊരു സ്ഥാപനത്തെ ചേരുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. അപ്പോൾ അത്തരം സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ തീർച്ചയായിട്ടും അക്കാഡമിക്കലി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കലാലയത്തും സ്കൂളുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥാപനമായിട്ട് അക്കാഡമിക് ഓറിയൻറ്റഡായി
ഉള്ളൊരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടുകാരായ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പൊന്നാനി കോളേജിൻ്റെ ഏറ്റവും നല്ലൊരു അക്കാഡമിക് അന്തരീക്ഷം ഉണ്ടാവാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം, അതാണ് നമുക്ക് ഈ ആഘോഷങ്ങളെ കൂട്ടായി പ്രവർത്തിക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കുക. ആ കൂട്ടായി പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. മൈക്ക് ശ്രീ സി ഹരിദാസേട്ടന് കൊടുക്കാം. പ്രിയപ്പെട്ട ചെയർമാൻ, ഈ ചെയർമാൻ്റെ കുടുംബവുമായി ഈ മലപ്പുറം ജില്ല രൂപീകൃതമായ മുതൽ എനിക്ക് പരിചയമാണ്. വൈകുന്നേരം സമയത്ത് എൻ്റെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും UK ബാസിയുടെയും ഒരു അഭയകേന്ദ്രമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ OP മൊയ്തീൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹൗസിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അത്രമാത്രം ബന്ധമാണ്. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബന്ധവും സ്നേഹമാണ്. കാരണം ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് 1954, 55, 56 AVI സ്കൂൾ പഠിക്കുമ്പോൾ നമ്മുടെ പൊന്നാനി താലൂക്കിൽ ഒന്നുമില്ല. ഈ തലമുറ മനസ്സിലാക്കണം. അന്ന് AVI സ്കൂൾ. എൻ്റെ SLC കഴിയുന്ന അവസരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ MI സ്കൂൾ വരുന്നത്. ആ കാലഘട്ടത്തിലാണ് ചിത്ര നമ്പൂതിരിപ്പാട് BA ഒക്കെ കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് മൂക്കുതലയിൽ കോളേജ് സ്കൂൾ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിലാണ് തിരുനാവായയിൽ നവാമുകുന്ദ തുടങ്ങുന്നത്. വേറെ ഒന്നുമില്ല. ഇന്ന് എന്താ നമ്മുടെ സ്ഥിതി പറയുക? ഈ താലൂക്കിൻ്റെയും ഈ ജില്ലയുടെയൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. മാണൂരിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഡെൻ്റൽ കോളേജ് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം പോയാൽ MES നേതൃത്വം കൊടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ്, നല്ല എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിക്ക് MESൻ്റെ മെഡിക്കൽ കോളേജ്. ഞാൻ സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിക്കാൻ പോയ സമയത്താണ് അന്ന് മുഖ്യമന്ത്രി M. ശങ്കര നമ്പൂതിരിപ്പാട് ആദ്യമായി മെഡിക്കൽ കോളേജിൻ്റെ തറക്കല്ലിടുന്നത് ഇവിടെ കാലിക്കറ്റിൽ. ഇന്ന് എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജായി, എഞ്ചിനീയറിംഗ് കോളേജായി. ഈ കുട്ടികൾക്ക് ഇന്നിപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ എന്താ പുതിയ സബ്ജക്റ്റുകളപ്പം പറയുമോ? MBS പാസ്സായി വരുന്ന കുട്ടികളിൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ. എല്ലാം പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കുട്ടികളുടെ ഞാൻ പരത്തി സംസാരിച്ച സമയം പിടിക്കും, കിടക്കുന്നില്ല. ഞാൻ അതിൽ വേദനിക്കുന്നവനാണ് ഞാൻ. ഈ ഇവിടുത്തെ പ്രിൻസിപ്പാളും ബാക്കിയുള്ളവരൊക്കെ ഈ കോളേജിലെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഈ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം വഴി പുതുവന്നായിലാണ് ഏറ്റവും അധികം മയക്കുമരുന്നുകൾ ഡംപ് ചെയ്തിരിക്കുന്നത്, വിൽപ്പന നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അന്ന് MLAക്ക് വേറെ എവിടെയോ കളക്ടർ വിളിച്ചൊരു മീറ്റിങ്ങിലോട്ട് പോകാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പുതുതായി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുക ഈ താലൂക്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായി MLA ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഇതുമായി താല്പര്യമുള്ളവർ ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റി കൂടി. ഒറ്റ ആളില്ല. അയാൾ മെലോൺ, ഞാൻ ഒറ്റയ്ക്ക്. എന്തിനതൊക്കെ അർത്ഥം?
എൻ്റെ വേദന പങ്കുവെച്ചതാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ ഈ വർഗീയതയേക്കാൾ ഉപരിയായി ഈ തലമുറയെ തകർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മദ്യവും മയക്കുമരുന്നാണ് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളായി ശ്രദ്ധിക്കണം. കോളേജ് സ്കൂളിലൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ മാനേജറായിട്ടുള്ള സ്കൂളിലത്തെ പെൺകുട്ടികളുണ്ടാവും ഇവിടെ. അവർക്കറിയാം കൊല്ലത്തിൽ 12 പ്രസംഗം നടത്തുന്ന പറഞ്ഞ് ഒക്കെ ഈ കുട്ടികളെ പറ്റിയിട്ടും അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെയാണ്. ഒരു കുട്ടി പറഞ്ഞു ഇപ്പോൾ ഈയിടെ 12 പ്രസംഗം നടത്തും യഥാർത്ഥമായിട്ട്. വേറെ എന്ത് പ്രസംഗിക്കാനാണ് ഞാൻ ഈ കുട്ടികളോട്? നിങ്ങൾ രക്ഷാക്കന്മാരുള്ളതുകൊണ്ട് വേറൊരു സത്യം ഞാൻ പറഞ്ഞു തരട്ടെ. തെറ്റുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ ഇരിക്കുമ്പോൾ എന്നോട് വന്ന് പറയണം. പെൺകുട്ടികളും ആൺകുട്ടികളും തീരുമാനിക്കും. ഈ ഫോണാണ് ഈ കുട്ടികളെയൊക്കെ കേടുവരുത്തുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നിട്ട് നമ്മുടെ എടപ്പാൾ ചുങ്കത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പുകാരൻ ഉത്തരവാദിയല്ല. നല്ല സൗകര്യം അതിൻ്റെ ബാക്കിൽ വെച്ച് ഡ്രസ്സ് മാറാൻ. ആ ഡ്രസ്സ് മാറി ആ എടപ്പാൾ ചുങ്കത്ത് നിന്ന് കയറി തൃശ്ശൂർക്ക് കണ്ട് പോവും. ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും അറിയണ്ടോ? അത് പോയി തൃശ്ശൂർ പോയി ഒന്ന് കറങ്ങി പിടിച്ച് കൃത്യസമയത്ത് വന്നിറങ്ങും. എവിടെ? എടപ്പാൾ ചുങ്കത്ത്. ഡ്രസ്സ് മാറി വീട്ടിലേക്ക് പോവും. എത്ര ആളിത് നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ടോ ആരെങ്കിലും? ദിവസത്തിൽ ഒരു വിളിയെങ്കിലും എനിക്ക് വരും ആരെങ്കിലും. ഒരു രക്ഷാവില്ല. ഹരിദാസേട്ടാ മോളെ കാണാനില്ല, വിളിച്ച് വ്യവസായിക്കണേ. ഹരിദാസേട്ടനാ ആ പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് ഹരിദാസേട്ടാ, ഇപ്പോൾ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. വിവരം കിട്ടി. ദിവസം നിത്യസംഭവമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി കുട്ടികളെ ശ്രദ്ധിക്കണം രക്ഷാക്കന്മാർ. അല്ലാണ്ട് ഒരു രക്ഷയില്ല. വർഗീയതയെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയാൽ സമയം പിടിക്കും. അതുകൊണ്ടായിരിക്കും കിടക്കുന്നില്ല. അതൊക്കെ ഒരിക്കലും രക്ഷാക്കന്മാർ അവരുടെ വീട്ടിൽ വെച്ച് വർഗീയത സംസാരിക്കാതിരിക്കുക എന്ന തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത്. എന്നോട് പത്രക്കാർ 2 കൊല്ലം മുമ്പ് ചോദിച്ചു, ടി വിക്കാർ ആവർത്തിക്കുകയാണ്, ദിവസവും ഇതിങ്ങനെ യൂട്യൂബിൽ വരികയാണ്. എന്നോട് ചോദിക്കുകയാണ് പത്രക്കാർ, എന്താ ഹരിദാസേട്ടന് ഈ പച്ച മലയാളത്തിൽ മാപ്പിളമാരോട് ഇത്ര ബന്ധം? മാപ്പിളമാരോട് ഹരിദാസേട്ടൻ്റെ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. AVS സ്കൂളിൻ്റെ മുമ്പിലാണ് വീട്. നേരെ നമുക്ക് AVS സ്കൂളിൽ പോവാം. ഞാൻ പഠിച്ച സ്കൂളാണ്. 2 കസാല എടുത്തോളേ. ഒരു കസാല ചോദിക്കുന്ന ആൾക്കും മറുപടി പറയാൻ എനിക്കും, ബാക്കിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതേമാതിരി വെച്ചോളെ. 41 മിനിറ്റാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല. ആ ബന്ധമുണ്ടായത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ബന്ധമുണ്ടാവുകയില്ല. ഒരിക്കലും എനിക്ക് ഈ ബന്ധമുണ്ടാകുകയില്ല. പറയാൻ തുടങ്ങിയ സമയം പിടിക്കും. അതുകൊണ്ട് ദയവായി നമുക്ക് രക്ഷാക്കന്മാർക്ക് തീരുമാനമെടുക്കുക. വീട്ടിൽ വർഗീയത പറയാതിരിക്കുക. എല്ലാ മതങ്ങളെക്കുറിച്ച് അവരവരുടെ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു മതവും മറ്റൊരു മതത്തെ ദ്രോഹിക്കുന്നില്ല. സാമാന്യമൊക്കെ അറിയണ്ടേ? വേണ്ടേ? എൻ്റെ മതം ഹിന്ദുമതം. എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ച മതമാണ്. ഞാൻ പറയുന്നതല്ല. തൻ്റെ 32ാമത്തെ വയസ്സിൽ ഹിന്ദു സന്യാസിയായ വിവേകാനന്ദൻ, BJP-കാരൻ പറയുന്ന വിവേകാനന്ദനല്ല എൻ്റെ വിവേകാനന്ദൻ, ഗാന്ധി പറയുന്ന വിവേകാനന്ദൻ. വിവേകാനന്ദൻ പറഞ്ഞു, എന്തു പറഞ്ഞു? എൻ്റെ മതമാണ് മറ്റു മതങ്ങളെ സ്വീകരിച്ച മതം. ഇവിടുന്നല്ല, ചിക്കാഗോയിൽ നിന്ന്. എൻ്റെ മതം മറ്റു മതങ്ങളെ സ്വീകരിച്ചു. അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കും. ആര് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ? ശരിയല്ലേ? എൻ്റെ മതം ഹിന്ദുമതമാണ്. ആദ്യമായി കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും മുസ്ലിം മതം സ്വീകരിച്ചത്. ആർക്കെങ്കിലും നിങ്ങൾ ഉയർന്ന ബോഡിയാണ്. എൻ്റെ ഈ സംസാരത്തിൽ ആദ്യം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. മാലിക് ദീനാറും 12 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ
വെറുതെ പരത്തി പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് മനസ്സിലാകുമ്പോൾ കുട്ടികൾ ചോദിക്കണം. ഏത് യോഗങ്ങളിലും ദിവസം ഒരു സ്ഥലത്തെങ്കിലും ഉണ്ടാവും. പറയും, ഞാൻ എൻ്റെ മക്ക, എനിക്ക് ജന്മം നൽകിയ ചെറിയ മക്ക എന്ന് പറയുന്ന പൊന്നാനിയെപ്പോലെ ഇത്ര പ്രശസ്തിയുള്ള പ്രദേശമുണ്ടോ? ആ ചെറിയ മക്ക. ഇപ്പോൾ ആ എഞ്ചിനീയർ വന്ന് എനിക്ക് കൈ തരുമ്പോൾ ഞാൻ ചെയർമാനോട് പറഞ്ഞു, എൻ്റെ പ്രദേശത്തെ ഏറ്റവും വലിയ മുസ്ലിം കുടുംബത്തിലെ ആളാണ് ഇവർ. അവരുടെ വീട്ടിലേക്ക് വിളിക്കാൻ രാത്രി ഞാൻ വൈകുന്നേരം. അപ്പോൾ എന്താ പറയാന്നറിയാവോ? ഹരിദാസേട്ട അവൻ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? അവൻ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ചോയ്മാടത്തേക്ക് വിളിക്കാം, അവൻ ഇല്ലത്തേക്ക് പോയിരിക്കുന്നു. അതൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ നേരം പിടിക്കാണ്ട് കിടക്കുന്നില്ല. ഞാൻ പാലിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കണം, നമ്മളൊന്നാണ്, ഒരിക്കലും വർഗീയത ഉണ്ടാകാൻ പാടില്ല. എൻ്റെ പെൺകുട്ടികൾ ഒരാൾ ഡോക്ടറും ഒരാൾ വക്കീലുമാണ്. ഈ ഇരിക്കുന്ന അഷ്റഫിനറിയാം. എൻ്റെ മക്കളെ കൊണ്ട് ഒരു വർഗീയം പറയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു വർഗീയം പറയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയതാ. ഇവരൊക്കെയായിരുന്നു അതിൻ്റെ ഈ ഇരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് കുട്ടികളെ വളർത്തേണ്ടത് നിങ്ങളാണ്, രക്ഷാക്കന്മാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പറയാൻ പാടില്ലെങ്കിലും 3 ദിവസമായി ഞാൻ TV തുറന്നിട്ട് അത്ര ഇപ്പോൾ പറയാൻ വിചാരിക്കുന്നുള്ളൂ. 3 ദിവസമായി ഒരു വലിയ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു മനുഷ്യൻ ആർക്കും അറിയില്ല. അതുകൊണ്ട് സ്വഭാവം നന്നാവണം. ക്യാരക്ടർ നശിച്ച എല്ലാം നശിച്ചു, സ്വഭാവം നശിച്ച എല്ലാം നശിച്ചു, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ പ്രൊഫസറായാലും പ്രിൻസിപ്പാളായാലും ലെക്ചേഴ്സായാലും ആരുമായാലും എത്ര നല്ല നല്ല ആൾക്കാരിരുന്ന കസാലയാണ് എൻ്റെ മൊയ്തീൻകുട്ടി അദ്ദേഹം ഉൾപ്പെടെ. എത്ര ദ്രോഹിച്ചിരിക്കണു പ്രിൻസിപ്പാളാവുമ്പോൾ. യൂണിയന് വേണ്ടിയിട്ട് ഇപ്പോൾ വേദിക്കുക. അവിടെ ഇത് നല്ലൊരു സ്ഥാപനമാണ്, നന്നാക്കി നിർത്തണം. ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇവരോട് പറഞ്ഞു, ഈ സ്ഥലം എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ഞാൻ അന്ന് ഇതിൻ്റെ മെമ്പറാണ്. ആ കാലത്ത് എന്തിൻ്റെ ഈ സ്വത്ത് പിടിച്ചെടുക്കുന്ന എന്തായാലും പറയുക, ലാൻഡ് ബോർഡ് മെമ്പറാ. അപ്പോൾ ഇതൊക്കെ കിടക്കുന്ന ആനപീടിയ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ ഇപ്പോൾ MESൻ്റെ ആ സ്കൂൾ ഉൾപ്പെടെ അത് ലാൻഡ് ബോർഡ് ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തിട്ട് ഈ സ്ഥലത്തിന് വേണ്ടി ആരാ പോയതെന്നോ റവന്യൂ മിനിസ്റ്റർ അടുത്ത് ഇമ്പിച്ചു ആവാ. ഗൗരിയമ്മയ്ക്കൊരു മടി. കാരണം അവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ച് വളർന്നെടുത്തവരാ. ഇന്നത്തെ ഇതുപോലെയല്ല രാഷ്ട്രീയം. ഇയാൾ മര്യാദയ്ക്ക് ഒപ്പിട്ടോ ഇമ്പിച്ചാവ ഒപ്പിട്ടു. അതിനുശേഷം നേരെ ലാൻഡ് ബോർഡിലേക്ക് വന്നു. ലാൻഡ് ബോർഡിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്താക്കിയാൽ വന്നിരിക്കണം, ഇയാണ്ട് പാസ്സാക്കിക്കോ. അങ്ങനെയൊക്കെ മൂപ്പരുടെ പാസ്സാക്കി. ഇപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ആലോചിച്ചു, ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു സ്ഥാപനമായി, അന്തസ്സുണ്ട്. ഇവിടെ മൗനത്തിൽ സഭയ്ക്ക് B.Ed കിട്ടി. B.Ed അതൊരു ഇതേമാതിരി യോഗത്തിൽ വെച്ച് പറഞ്ഞ IT മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ആരുടെ പണവും വേണ്ട, സഭയ്ക്ക് പണമുണ്ട്, സ്ഥലമുണ്ട്, ഒരു ഇത് കോളേജ് തുറങ്ങണം. ഇവിടെ ബഷീർ അരി എന്താ പറഞ്ഞ വെച്ചാൽ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. എവിടെ സന്ദർഭം കിട്ടിയാൽ എൻ്റെ പൊന്നായിൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കും ഞാൻ. കുട്ടികൾക്ക് പഠിക്കാൻ, വളരാൻ, നന്നാവാൻ, ഉയരാൻ, ഉമ്മയെയും ബാപ്പയെയും നോക്കിയെടുക്കാൻ. എൻ്റെ പൊന്നാനി കടപ്പുറത്ത് ഇതുവരെ MBBSലെ കുട്ടികളുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി ജയിച്ചിരിക്കുന്നു. പോയിരുന്നു ഞാൻ അവളെ സ്വീകരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന രക്ഷാക്കന്മാർ നിങ്ങളെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. വേറെ ഒന്നിലേക്കും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ഒന്നിലേക്കും. ഈ ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, അവർ 10 റുപ്യയും 15 റുപ്യൊക്കെ കൂടുതൽ വെച്ചാൽ പറഞ്ഞ് ഞാൻ തരും, പക്ഷേ ഇത് നിങ്ങൾ ബീവറേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. എൻ്റെ ഇതാണ്.
അത് നിങ്ങളുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തരാൻ പൈസ 5 or 10 കൂടുതൽ, പക്ഷെ ഇത് വേറൊരു സത്യക്ക് തരില്ല. അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റുണ്ടാവണം. അതുകൊണ്ട് ഞാൻ നിർത്തുക. എല്ലാവരും എത്തി തുടങ്ങിയിരിക്കുന്നു. എവിടെ ഈ വന്നത്? ബിജുവിൻ്റെ അച്ഛൻ ഇത് നിർത്തുകയാണ്. എടശ്ശേരി ഗോവിന്ദൻ നായരുടെ ആദ്യത്തെ നാടകമായ മലബാറിലെ ജമ്മിത്വത്തിനെതിരായി ജമ്മി കുടിയാൻ ആ കാലഘട്ടത്തിൽ ആദ്യമായി അദ്ദേഹം എഴുതിയ കൂട്ടുകൃഷി എന്ന നാടകത്തിലെ ഞാൻ നടിയായി, ആയിഷയായി, സുന്ദരിയായ ആയിഷയായി, എൻ്റെ MT വാസുദേവൻ്റെ പ്രകാരം ബാക്കിയൊക്കെ ഡാഷ് പ്രകാരം ഉള്ള ആ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനായി അഭിനയിച്ച എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പം നല്ല സാഹിത്യകാരനാണ്. ഞാൻ എടശ്ശേരി ഗോവിന്ദനായരുടെ നാമത്തിലുള്ള ആ വായനശാലയുടെ എല്ലാമാണിപ്പോൾ അദ്ദേഹം വരുന്നതുകൊണ്ടൊക്കെ നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും നിങ്ങളെ കണ്ടാൽ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കണം ഈ രാജ്യത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ചന്ദ്രേട്ട. KU കൃഷ്ണകുമാർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം വീണ്ടും കോളേജിലൊരു ദിവസം അങ്ങനെ വരാൻ, ഈ ഓണാഘോഷത്തിൻ്റെ പേരിൽ വീണ്ടും വരാനും കുറേ ആളുകളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. 88 പഠനം കഴിഞ്ഞ് പോയ ഒരാളാണ് ഞാൻ. ബാബു സാറ് പഠിപ്പിച്ച അധ്യാപകനാണ്. ബാബു സാറാണ് പഠിപ്പിച്ച ഒരാൾ ഇതിലുള്ളൂ. കാതിരി സാറുണ്ട്, ആ സമയത്ത് കുറച്ച് അധ്യാപകരുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരുന്ന വിജു നാരങ്ങാടി, ശങ്കരനാരായണൻ, നാസിമുദ്ദീൻ, കൊട്ടാൻപാട്, അവരൊക്കെ ആ കാലത്തെ മുതിർന്നവരായിരുന്നു. അപ്പം ഇതിൽ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ദിവസം ഓണത്തെപ്പറ്റി പറയാനും ഓണത്തെപ്പറ്റി ഓർക്കാനൊക്കെ കഴിഞ്ഞതിൽ, കേൾക്കാൻ കഴിഞ്ഞതിലും. എന്തായാലും ഓണത്തെപ്പറ്റി പറയുമ്പോൾ ഓണത്തിനൊരു മണം ഉണ്ടായിരുന്നു. ഓണക്കാലത്തിൻ്റെ മണം. ഇത് എന്താ പറയുക, പൂക്കളുടെയും പുതിയ ഉടുപ്പിൻ്റെയും പുതിയ ഡ്രസ്സിൻ്റെയും പഴം പുഴുങ്ങിയതിന് പപ്പടം കാശിൻ്റെ ഒരു മണത്തിൻ്റെ, ഓണത്തിന് പറയുന്ന ഒരു മണമാണ് ആദ്യം വരുന്നത്. ഒരു പറമ്പിൽ നടന്ന് ചളിയിലും അല്ലെങ്കിലൊക്കെ നടന്ന കാലം, ഇലകളുടെയും പൂക്കളുടെയൊക്കെ ഒരു മണം. അപ്പോൾ തീർച്ചയായും മണങ്ങളൊക്കെ നഷ്ടപ്പെട്ട കാലമാണ്. അത്തരം ഒരു അനുഭവങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്താ പറയുക, ഓരോ തലമുറയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കാം. പുതിയ ആളുകൾക്ക് പുതിയ രീതിയിലായിരിക്കും എൻ്റെ ആഘോഷങ്ങളും എല്ലാം. അപ്പോൾ തീർച്ചയായും അത്തരം ഒരു ചിന്തയിലൂടെയൊക്കെ നടന്നു പോകുന്ന കാലത്താണ് ബുദ്ധ സങ്കല്പത്തിലൊക്കെ ഓണം എന്ന് പറയുന്നൊരു ഓണം ആഘോഷമല്ല, ഒരു പ്രതീക്ഷ. അവർ പറയുന്ന പ്രതീക്ഷയാണ് ഓണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. ഇപ്പോൾ നമ്മളൊരു ദേശീയ, അല്ലെങ്കിൽ ഓണം ഒരു ദേശീയ ആഘോഷം, അല്ലെങ്കിൽ നമ്മളുടെ ആഘോഷം പറയുമെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും, എനിക്ക് തോന്നുന്നത് നമ്മളൊരു പഠനമൊക്കെ വെച്ചുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല തരത്തിലും പല രീതിയിലൊക്കെ ഒരേ കഥാപാത്രം, ഒരേ ആളുകൾ ഒരേ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലോകത്തിലെ പല പല ആളുകളും മാവേലിയെ പോലെ തന്നെ മറ്റ് രാജാക്കന്മാരും മറ്റു നാട്ടിലുമുണ്ട്. അസർബാനി എന്ന് പറയുന്ന രാജാവിനെ പറ്റി പറയേണ്ട, ഒരു അസിറിയൻ സംസ്കാരത്തിൽ വളരെ പരാക്രമിയായ നാടിനെ സ്നേഹിച്ച ഒരു രാജാവിൻ്റെ ഭരണകാലത്തെപ്പറ്റി അവർ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ മാവേലിയുമായി ബന്ധപ്പെട്ട രാജാവിന്, അദ്ദേഹം ഒരു അസിറിയക്കാരുടെ രാജാവായിരുന്നു അസർബാനി എന്ന രാജാവിനെ പറ്റി പറയുന്നത്. മാവേലിയെ പോലെ സങ്കല്പം അവർക്കുണ്ട്. അവർ കടന്നു വന്നവരാണ് കേരളത്തിലേക്ക് എന്ന് പറയപ്പെടുന്നുണ്ട്. ചേരാജാക്കന്മാരുടെ പരമ്പര അവരായിരുന്നു. അവർ കൊണ്ടുവന്ന കുറേ ആഘോഷം നമുക്കുണ്ട്. നമ്മളെ എന്ന് പറയുന്ന, കേരളത്തിൻ്റെ എന്ന് പറയുന്ന പല ആഘോഷങ്ങളും ബുദ്ധ സംസ്കാരത്തിൽ കൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, നേരത്തെ ബാബു സാറ് പറഞ്ഞാൽ പല സംസ്കാരം ചേർന്ന് വന്നതാണ്. നമ്മളെ നാലുകെട്ടും നമ്മളെ പഠിപ്പരയും നമ്മളെ ആഘോഷവും വിളക്ക് കത്തിക്കലും എല്ലാം കടം വാങ്ങി കടന്നു വന്നതാണ്. നമ്മളെ എന്ന് പറയാവുന്ന ഒന്നുമല്ല ഇതൊന്നും. നമ്മളെ വേഷം വരെ ഇപ്പോൾ രാജാരൂപമേ കൂടെയാണ് നമ്മൾ സാരിയും ഒക്കെ വേഷം നമ്മൾ കേരളത്തിൽ എത്തിച്ചത്. രാജാരൂപം എന്നവർ 1848 അല്ലെങ്കിൽ 1906 മരിച്ച ഒരു ചിത്രകാരനിൽ കൂടെയാണ് കേരളത്തിലേക്ക് സാരി എന്ന വേഷം എത്തിച്ചേരുന്നത്. വളരെ ചുരുങ്ങിയൊരു കാലത്തിലാണ് സ്ത്രീകൾ കേരളത്തിൽ സാരി എടുക്കാനും അല്ലെങ്കിൽ ബ്ലൗസ് ഇടാനൊക്കെ ശീലിച്ചത്. അതും ഒരു കടന്നു വന്നതാണ് നമ്മളിന്ന് പറയാതെ. അതേപോലത്തെ ആഘോഷങ്ങളെല്ലാം, നമ്മളെ ആഘോഷങ്ങളെല്ലാം തന്നെ എന്താ പറയുക, നൈൽ നദിയിൽ നിന്ന് നെല്ല് എന്ന അവിടെ വളർന്ന നെല്ല് കേരളത്തിലേക്ക് എത്തി, നമ്മുടെ നെല്ലായി മാറി. അവർ അതേ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, അരിശി എന്ന് പറയുന്ന ഈജിപ്തുകാർ പറയുന്നുണ്ട്. അങ്ങനെ പല പല ആചാരങ്ങളും അല്ലെങ്കിൽ ഒരു
കപ്പലോട്ടക്കാരെ എത്തിച്ചേർന്ന ആളുകൾ കൊണ്ടുവന്ന ഒരുപാട് ആഘോഷം അവർ ആഘോഷിച്ചു തുടങ്ങി നമ്മളും കൂടി ചേർന്ന് ആഘോഷിച്ചതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ശ്രാവണം എന്ന ബുദ്ധ ആഘോഷം ഓണമായി മാറിയെന്നും. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ പരന്നു കിടക്കുന്ന വലിയൊരു ചരിത്ര സംസ്കാരം ഓണമെന്ന് പറയുമ്പോൾ ഒരു ആഘോഷത്തിനപ്പുറം പഠിക്കേണ്ടതെന്നാണ് തോന്നുന്നുണ്ട്. മാവേലി വാണതി രാശൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ശാസനം മാവേലിക്ക് കരുനാഗപ്പള്ളിയിലുണ്ട്. ഒരു രാജാവിൻ്റെ മാവേലി എന്ന് പേരായ രാജാവ് ഭരിച്ചിരുന്നു. വളരെ പരാക്രമമായ രാജാവിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി മാവേലിക്കരയായിരുന്ന ഒരു ശിലാലിഖിതം കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ കാരൂർ വരെയുള്ള കുങ്ങനാട് വരെ ദേശം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. ആ ആഘോഷത്തെ പറ്റിയൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓണം ആ തരത്തിൽ ആഘോഷിച്ചതായിരിക്കാം പലപ്പോഴും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലോകത്തിൻ്റെ ആഘോഷം, ലോകത്തിൻ്റെ പല ഭാഗത്തും ആഘോഷിച്ച ആഘോഷത്തിൻ്റെ നമ്മുടെ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്നൊരു സങ്കല്പം ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അത്തരമൊരു രൂപവും ആരാധിക്കുന്ന സംസ്കാരമൊക്കെ അസ്രിയൻ ജനത അല്ലെങ്കിൽ ബാബിലോണിയൻ ജനത ആഘോഷിച്ചൊരു ആഘോഷം അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗം അത് നമ്മളും കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ പല ഭാഗത്ത് കൂട്ടിച്ചേർത്ത് വന്ന ഒരു ആഘോഷത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓണം. ഒരു വലിയ മാനവികതയുടെ അല്ലെങ്കിൽ വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് പറയുന്ന ആഘോഷം നമ്മളും നമ്മളേതായ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ഭംഗിയായി നമ്മുടെ കേരള തനിമ ചേർത്തുകൊണ്ട് ആഘോഷിക്കുന്ന വളരെ മനോഹരമായൊരു സങ്കല്പവും എന്താ പറയുക വലിയൊരു ചിന്തയും ഒക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആഘോഷത്തിൻ്റെ ഭാഗമായി നന്മയ്ക്ക് വേണ്ടി തീർച്ചയായും നമ്മളൊക്കെ ഒരു കേരളത്തിൻ്റെ ഒരു മാവേലി എന്നുള്ളൊരു വലിയ ധീരനായ രാജാവിനെ, കരുത്തനായ രാജാവിനെ, സുന്ദരനായ രാജാവിനെ കോമാളിയാക്കിയവരാണ്. നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. ഒരു മലയാളിയുടെ ഹാസ്യം ഒരു വിരൂപനാക്കി മാറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ഈ രാജാവിനെ ഒരു കുടവയറും ഒക്കെ കൊടുത്ത് ഒരു കോമാളി രൂപമാക്കി മാറ്റിയവരാണ് നമ്മൾ പലപ്പോഴും. അപ്പോൾ അതിൽ വേറിട്ടൊരു ചിന്തയായിരുന്നു തിരിച്ചാ തരത്തിൽ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വളരെ സങ്കല്പത്തിൽ ഒരു ഐതിഹ്യ പുരാണം പറയുന്നതിനപ്പുറം ഇത്തരം ഒരു സങ്കല്പം ഒരുപാട് രാജാക്കന്മാർ പല ഭാഗത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ പ്രതീതിയാണ് ഈ മാവേലി എന്നും പല രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന സമ്പന്നതയും ഐശ്വര്യമാണ് ഓണക്കാലമെന്നും പല ഭാഗത്തും ബാബിലോണിയയിലും സിറിയയിലും ഇറാഖിൻ്റെ പല പ്രദേശങ്ങളിലും റോമിൻ്റെ പല ഭാഗത്തും നമ്മൾ കടന്നു വന്ന എടുത്ത പല സംസ്കാരങ്ങളിലൊക്കെ ഒരു കടം വാങ്ങിക്കൊണ്ട് കൂട്ടിച്ചേർത്തതിൻ്റെ ആഘോഷത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ എന്തായാലും അത്തരമൊരു ദിവസം, ഓർമ്മ പുതുക്കുന്നൊരു ദിവസം, വളരെ സമ്പന്നമായ ഐശ്വര്യമായ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന സമയം, പ്രതീക്ഷകളാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ വരാനും ഇങ്ങനെ കൂടിച്ചേരാനും കുറേ പേരുടെ നല്ല വാക്കുകൾ, നന്മയുടെ വാക്കുകളാണ്. എല്ലാവരും പറഞ്ഞ പോലെ നന്മ എന്നൊരു വിഷയം ഇതിന് പിന്നിലൊക്കെ ഉണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാനും പങ്കുവയ്ക്കാനും ഭക്ഷണം പങ്കുവയ്ക്കാനും നമ്മളുടേതെന്ന് പറയുന്ന ഒന്ന് എന്ന് പറഞ്ഞ തരത്തിൽ ചിന്തിക്കാനൊക്കെ കഴിയുന്നൊരു ദിവസം തന്നെയാണ്. എന്തായാലും എന്നും ഒരു നന്മ നിറഞ്ഞു നിൽക്കട്ടെ. ഈ സന്തോഷവും എന്താ പറയുക, ഈ പ്രസരിപ്പും ഊർജ്ജവും ഒക്കെ മനസ്സിൽ നിറഞ്ഞതുകൊണ്ട് നല്ല പ്രതീക്ഷകളോടെ ആഘോഷത്തിനപ്പുറം വലിയ വലിയ പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ഥാപനത്തിനും MES-നും പറയുമ്പോൾ നമുക്കും അഭിമാനം തോന്നുന്ന വാക്കുകളാണ്. MES പറയുമ്പോൾ നമ്മളൊരു പൊന്നാനിയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജിനെ പറ്റി പറയുമ്പോൾ നമ്മുടേത് കൂടിയാണ് അല്ലെങ്കിൽ എൻ്റേത് കൂടിയാണെന്ന് തോന്നൽ ഓരോരുത്തർക്കും വരും. അത് എൻ്റേത് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും എൻ്റേത് കൂടിയാണെന്ന് തോന്നൽ വളരെ സന്തോഷം. വളരെ വളരെ ആദരവോടെ സ്ഥാപനത്തിനെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ക്ഷണിച്ചതിന് വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ഭാവി വളരെ ഉയർത്തലത്തിലെത്തട്ടെ. പൊന്നാനിക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇനിയും ഒരേ പേർ ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവെച്ചുകൊണ്ട് സന്തോഷം നിറഞ്ഞ വളരെ നന്മ നിറഞ്ഞ ഒരു ഓണക്കാലം, വളരെ ശുഭപ്രതീക്ഷ കാലം ആശംസിച്ചു നിർത്തട്ടെ. നന്ദി. പ്രിയപ്പെട്ടവരെ, KU കൃഷ്ണകുമാർ ഗുരുവായൂർ മ്യൂറൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തതാണ്. MES പൊന്നാനി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒരുപാട് കഴിവുകളുള്ള സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് KU കൃഷ്ണകുമാർ. പ്രിയപ്പെട്ടവനാണ്. ഇനി വിജു നായരങ്ങാടിയെ ക്ഷണിക്കുകയാണ്. വിജു നായരങ്ങാടി തുഞ്ചൻ കോളേജിൻ്റെ പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തതാണ്. നിരൂപകൻ, സാഹിത്യകാരൻ എന്നീ നിലക്കും പ്രഭാഷകൻ എന്ന നിലക്കും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട വിജു നായരങ്ങാടിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രഭാഷണത്തിന് ഒരുങ്ങിയല്ല സത്യത്തിൽ വന്നിട്ടുള്ളത്. ആവതില്ല, അങ്ങനെയും പറയാലോ. 40-45 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്ത പോലെ കിടപ്പിലാണ്. പുറത്തിറങ്ങുന്നതാണ്. അപ്പം ഇന്ന് ഇറങ്ങുമ്പോൾ
വരുന്നത് ഇങ്ങോട്ടാണല്ലോ. നമ്മളെപ്പോഴും ഏറ്റവും അസ്വസ്ഥമാവുന്ന സമയത്ത് നമുക്ക് എത്തിപ്പെടാനുള്ള അഭയസ്ഥാനം അമ്മയുടെ മടിയാണ്. അതുപോലെ ഒരു അഭയസ്ഥാനമാണ് പൊന്നാനി കോളേജിൻ്റെ മുറ്റം. ചുണ്ടുനാവും തിരിയുന്ന കാലത്ത്, അങ്ങനെയല്ലേ നമ്മൾ പറയാം, ചുണ്ടുനാവും തിരിയുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ സഹിച്ച കുറേ മനുഷ്യരുണ്ട്. ചിലരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള, അതിന് വികൃതി കുറുമ്പെന്നൊന്നും അല്ല പറയാം. ഇന്ന് കുട്ടികൾക്ക് അതൊന്നും ഇല്ല. സത്യത്തിൽ കുട്ടികളെക്കുറിച്ച് പൊതുവേ നമ്മൾ പറയുന്നത് ഇന്നത്തെ കുട്ടികൾ എന്നാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നതുല്യം പരിഗണിക്കുന്നതും പ്രതീക്ഷയർപ്പിക്കുന്നതും കുട്ടികളിലാണ്. കുട്ടികളെ തള്ളിപ്പറയുന്ന പ്രശ്നം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുട്ടികൾ നിങ്ങളുടെ പ്രായക്കാരുടെ ഇടയിലാണ് 17 വയസ്സ് മുതൽ കഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അത് പറയുന്നത്. ഒറ്റക്കാതിൽ കടുക്കനിട്ടവരും മുടി നീട്ടി വളർത്തിയവരും തന്നെയാണ് ഒരു പക്ഷേ പ്രളയം വന്നപ്പോൾ കേരളത്തിൻ്റെ ജീവിതാവസ്ഥയെ കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങളീ നരച്ചവർക്ക് സാധിക്കാത്ത വിധം പ്രവർത്തിച്ചത്. അത്തരം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളിലാണ് നിങ്ങൾ നീ ചേർന്നിരിക്കുന്നത്. വലിയൊരു സാധ്യതയാണ്. ഗുരുവായൂരമ്പലത്തിൽ എത്ര ശിശീവേലിയാണെന്ന് തുടങ്ങിയുള്ളത്? പുരോഗമന പ്രസ്ഥാനം നയിക്കുന്ന സർക്കാരിൻ്റെ ഭരണസമിതിയാണ് ഗുരുവായൂരിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് തന്ത്രി. തത്വമസി ശ്വേതകേതു എന്നാണ്. ഈ കാണായ പ്രപഞ്ചത്തിൽ സ്പന്ദിക്കുന്നത് മുഴുവൻ ഒറ്റ ജീവനാണ്. അത് നീ തന്നെയാണ്. ഉദ്ദാലക മഹർഷി മകനോട് പറഞ്ഞതാണ്. എഴുതിങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മൾ വന്ന് പുരോഗമനം പ്രസംഗിക്കുകയും ചെയ്യും. തിരിച്ചു പോകുന്നത് ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് ധരിച്ചവനും തട്ടമിട്ടവരും ഉറി തൊട്ടവരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇരുന്നേ പറ്റൂ. ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ കാരണം ഒന്ന് അത് തന്നെയാണ്. ഇത്തരമൊരു ഇരിപ്പിരിക്കാനുള്ള ഒരു സന്ദർഭവും ജീവിതത്തിൽ അവസാന മുഹൂർത്തം വരെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഇരുന്നേ പറ്റൂ. കാരണം അത്തരത്തിലുള്ള പിന്മടക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ മുന്നിൽ അത്തരം പിന്മടക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി എന്നതാണ് കാരണം. ഒന്നുകിൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ എന്താണ്? ഈ ഇരിപ്പടക്കമുള്ള കാട്ടിക്കൂട്ടൽ എന്താണ്? വെറും കാട്ടിക്കൂട്ടലാണ്. അതല്ലെങ്കിൽ അതിനകത്ത് അത്ര വലിയ പ്രതിഷേധമുണ്ട്. ഇതിലേതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പിന്തിരിഞ്ഞു പോകുന്ന കാലത്തോടുള്ള പ്രതിഷേധമാണോ അതല്ല കാട്ടിക്കൂട്ടലാണോ എന്ന കാര്യം മനസ്സുകൊണ്ടെങ്കിലും തീരുമാനിക്കണം. ഉറക്കെ വിളിച്ച് പറയണ്ട. ഞാൻ വീട്ടിലെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രസംഗിക്കുന്നില്ല. ഞാനൊരു കവിത ചൊല്ലാം. കവിത ഈ കോളേജിൽ തന്നെ പഠിച്ച ലീലാഷിൻ്റെ കവിതയാണ്. എനിക്ക് വൈലോപ്പിള്ളിയെ ഓർമ്മ വരാഞ്ഞിട്ടല്ല. പോയതിൽ നിന്ന് ഇനി എന്നോ വിരിയുന്നായതിലേക്ക് കുതിക്കുകയാണിന്നായത വിശ്വാസത്തോട് ഞങ്ങളുടെ ഭാസുര ചിന്താസങ്കല്പങ്ങൾ എന്ന് വൈലോപ്പിള്ളി ഓർമ്മ വരാഞ്ഞിട്ടല്ല. ഇവിടെ നിന്ന് ചൊല്ലുമ്പോൾ അത് ഈ മണ്ണിൽ ജീവിച്ചൊരു മനുഷ്യൻ്റെ കവിത തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. കവിതയുടെ പേര് ശ്രാവണ മാധവം എന്നാണ്. എത്ര കണ്ട് കൃത്യമാവുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം.
എത്ര പൂവുകൾ ശ്യാമാംബരങ്ങളിൽ ചിത്രചന്ദ്രികാരാവിൻ നിലാക്കളം എത്ര പൂവുകൾ ശ്യാമാംബരങ്ങളിൽ ചിത്രചന്ദ്രികാരാവിൻ നിലാക്കളം അത്തമുറ്റത്തൊരുണ്ണിയുണ്ടങ്ങനെ ചിത്തിരയ്ക്ക് പൂച്ചാർത്തുമാറങ്ങനെ പീലിമാലകൾ മുക്കുറ്റി മുത്തുകൊണ്ടോ മനച്ചിട്ട് മൂക്കുത്തിഞ്ഞാത്തുകൾ വീശി വീശി നിറച്ച പൂക്കുണ്ടയിൽ കാശിമുല്ലകൾ കണ്ണന്തളിച്ചിരി പൂവുകൊണ്ടുള്ള കുപ്പായമിട്ട് പൊൻപൂവു കൊണ്ടേ കിരീടമെന്നിങ്ങനെ പുഷ്പകാലത്തിനുണ്ണിയാകുന്നവൻ സ്വപ്നനൂലിലൻ മുറ്റത്തിറങ്ങിയോ ഓണമുണ്ണുവാനില്ലാത്ത നോവിലും പൂവിറുക്കാൻ മറക്കാത്ത ശൈശവം കൊടിമുണ്ടും കിനാവുമില്ലെങ്കിലും മാബലിപ്പാട്ട് മൂളും കിശോരകം ഒമനേ നീഋദംബരാനന്ദമായി ശ്രാവണത്തിൻ കിനാവിൽ പിറക്കയാൽ ഓണവില്ലുകൾ താനേ മുഴങ്ങുമെൻ ജീവനിൽ പൂത്തു നിൽക്കുന്നു മാധവം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കു ഞാൻ മാരിവില്ലാൽ ഒരു ഞാലു തീർക്കയായി നീരുന്നാടി എട്ടു ദിക്കും തൊട്ട് നീളെ നീളെ വസന്തം വിരിക്കയായി ജീവനാഭിയിൽ പൂക്കുന്ന താമരപ്പൂവിലി ഗൂഢസ്വപ്നമില്ലായികിലോ ജീവനാഭിയിൽ പൂക്കുന്ന താമരപ്പൂവിലി ഗൂഢസ്വപ്നമില്ലായികിലോ ജന്മബന്ധമൃണാളനാളം മുറിഞ്ഞ് അമ്മയില്ലാത്ത കുട്ടിയാകുന്നു ഞാൻ. അമ്മയില്ലാത്ത എല്ലാ കുട്ടികൾക്കും അമ്മയുള്ള എല്ലാ കുട്ടികൾക്കും വരാനിരിക്കുന്ന ഓണം നിറഞ്ഞു പൊലിയട്ടെ എന്ന് മോഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. പൊന്നാനി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് മിസ്റ്റർ ഫർഹാനെ ക്ഷണിച്ചോളൂ. ഏറ്റവും സമാദരണീയരും ബഹുമാന്യരുമായിട്ടുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ വേദിയല്ല ഇത് എന്ന കൃത്യമായ ബോധ്യമുണ്ട്. ഈ കൂടിയിരുത്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒരുമിച്ച് കൂടലിൻ്റെ പ്രാധാന്യം പുതുതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാനുമാണ് ഇത്തരം ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളുടെ ഒരു ഉത്സവം കൂടിയാണ്. ചെറുപ്പകാലത്തെ ഓർക്കുവാൻ, നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തെ അയവിറക്കുവാൻ ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരവസരം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ഏറ്റവും മനോഹരമായ ഓണക്കാലം
3 വർഷമെങ്കിലും ആഘോഷിക്കാൻ ഈ കലാലയത്തിൽ അനുഭവിച്ചവരായിരിക്കും എനിക്ക് ഈ വേദിയിൽ, ഈ സദസ്സിൽ കൂടുതൽ ഇരിക്കുന്ന എല്ലാവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ, ഒരുപക്ഷെ അന്നുണ്ടായ സൗഹൃദങ്ങളൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവിടെ ചർച്ചയാകും. പ്രകൃതിയോട് കൂടിയുള്ള ഒരു ഇഴയടുപ്പത്തിൻ്റെ ഏറ്റവും മഹത്വരമായിട്ടുള്ള ഉത്സവം കൂടിയാണ് ഓണമെന്ന് പറയുന്നത്. വിളവെടുപ്പിൻ്റെ കാലമാണ്. മനുഷ്യൻ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രസക്തിയെയും പ്രാധാന്യത്തെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഉത്സവം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഓണമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് മുൻപ് സംസാരിച്ച നാരങ്ങാടി മാഷ് ഇവിടെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വളരെ സ്പഷ്ടമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികളെ നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു. തീർച്ചയായും പുതിയ കാലത്ത് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ പുതിയ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ ഈ നാടിന് പകർന്നു നൽകുന്ന വലിയ ആവേശകരമായിട്ടുള്ള അവരുടെ നന്മകളെ ഉയർത്തിപ്പിടിക്കാൻ, അവർക്ക് തെറ്റ് സംഭവിക്കുന്ന സമയത്ത് അവരെ ചേർത്ത് നിർത്തി ഇനി അത് അരുത് എന്ന് പറയാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്ര ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഈ ആഘോഷത്തിൻ്റെ കാലത്തും നമ്മൾ ലഹരിയെപ്പറ്റി പറയാൻ തയ്യാറാകേണ്ടതുണ്ട്. പുതിയ കാലത്ത് ലഹരിയുടെ ഉപയോഗം വലിയ രൂപത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ക്യാമ്പസുകൾ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നവരാകണം. തീർച്ചയായും ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ആഘോഷങ്ങൾ പൂർണ്ണമാകുന്നത് ലഹരി കൊണ്ട് മാത്രമല്ല എന്ന് തിരിച്ചറിയാൻ പുതിയ കാലത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് സാധ്യമാകണം. ലഹരി എന്ന് പറയുന്നത് പൂക്കളമിടുന്നതും പാട്ടുപാടുന്നതും ഒക്കെ ലഹരിയാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഈ കൂടിയിരുന്നത് ഏറ്റവും മഹത്വരമായ ഒരു ചടങ്ങാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളുടെ ഒരു കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയയിലെ ആഘോഷം മാത്രമായി ഓണം മാറിപ്പോകുന്നുണ്ടോ, പുതിയ കാലത്ത് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്കപ്പുറത്തേക്ക് ചില ആത്മാർത്ഥതകൾ ഇത്തരം ചടങ്ങുകളിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ, ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്ന് ഞാൻ ഈ സമയം കൂടുതലായി കവർന്നെടുക്കുന്നില്ല. എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് MESൽ ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ അധ്യാപകരെ, മാനേജ്മെൻറ്റിനെ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. MESൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷാഫി ഹാജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, MESൻ്റെ സംസ്ഥാന തലത്തിലെ സ്ഥാപനങ്ങളിൽ നടത്തി വരുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ പൊന്നാനി കോളേജിൽ ഈ ഒരു മഹത്തായ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഇവിടെ എല്ലാവരും സംസാരിച്ചു, ഓണത്തെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിലെ ഓണ ആഘോഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ അന്നത്തെ തൃക്കാക്കര അപ്പനും ആ വേദികളും വീടുകളൊക്കെ ഇന്നൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞ പോലെ ഒക്കെ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ മറ്റ് ടെക്നോളജി അനുസരിച്ചുള്ള സംവിധാനങ്ങളിലാണെന്ന് ഇത്തരം ആഘോഷങ്ങളൊക്കെ നേടുന്നത്. എന്തായാലും നമ്മൾ MES ഇങ്ങനെ എല്ലാ ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും ഇത്ര
ഇത്തരം ആഘോഷങ്ങളെ നമ്മൾ ഒത്തൊരുമിച്ച് കൂടി ഇത്തരം മെസ്സേജുകൾ പങ്കിട്ട് ഈ ആഘോഷം ഭംഗിയാക്കുവാനും അത് ഭംഗിയായി നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചടങ്ങിന് ഇവിടെ പങ്കെടുത്ത് ഈ ആഘോഷം ഭംഗിയാക്കുന്നതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു സമയം പോകുന്നതിൻ്റെയൊക്കെ കാരണം മൈക്ക് പാസ് ചെയ്യാണ്. എല്ലാവർക്കും സംസാരിക്കാം. എല്ലാവർക്കും ഇത്തരം കൂടിയിരിക്കലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഞാൻ ഈ മൈക്രോഫോൺ ഉണ്ണികൃഷ്ണന് കൈമാറാണ്. എല്ലാവരും സംസാരിക്കുമെന്ന് കരുതുന്നു. പ്രിയമുള്ളവരെ, ഓണമെന്ന് പറയുന്ന ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഇത്തരം ചില പരിപാടികൾ വേണ്ടിവരുന്നു എന്നുള്ളത് തന്നെ സത്യത്തിൽ വലിയ സങ്കടകരമായ കാര്യമാണ്. ഇവിടെ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും പൊന്നാനിയിലെ സാംസ്കാരിക പൊങ്ങച്ചത്തിന് മേൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല നേട്ടം പൊന്നാനിയിലെ MESൻ്റെ സംഘാടകർ നൽകുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആദ്യത്തെ ഓണവിളി വരുന്നത് MESൽ നിന്നാണ്. അതുപോലെ മറ്റു പല പരിപാടികളും. പൊന്നാനി സത്യത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനം എൻ്റെ പൊന്നാനിയാണ് എന്ന് ഞാൻ പലയിടങ്ങളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പല മഹാന്മാരും ഇരിക്കുന്ന സ്ഥലത്ത്. പക്ഷേ അത് ഒരു പൊങ്ങച്ചം മാത്രമായി പലപ്പോഴും മാറുന്നു. താടിയും മുടിയും തുണിസഞ്ചിയും ഒക്കെയായി സാംസ്കാരിക പൊങ്ങച്ചത്തിലേക്ക് പോകുന്നൊരു കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. ഓണാഘോഷം പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് 1-2 ആളുകളോട് പറഞ്ഞു. ഇന്ന് ഓണാഘോഷമുണ്ട്, നടത്തുന്നത് പൊന്നാനി MES ആണ്. ജാതിയും മതവും സമുദായവും ഒക്കെ അരങ്ങ് തകർത്തു വാഴുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം പരിപാടികൾ ഒരു കൂടിയിരിക്കൽ അത്യാവശ്യമാണ്, എന്തിൻ്റെ പേരിലായാലും. കാരണം കാണുമ്പോൾ പലപ്പോഴും ചിരിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ അളവിൽ ജാതിയും മതവും സമുദായവും ഒരുതരം വെറുപ്പും പടർത്താൻ പരിശ്രമിക്കുന്ന ഭരണകൂടങ്ങൾ നമുക്ക് മുകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിലൊന്ന് ചേർന്നിരിക്കുന്നത് വളരെ ഗുണകരമായ കാര്യമാണ്. അത് നടത്താൻ നേതൃത്വം കൊടുക്കുന്നത് ആർക്ക് നേരെയാണോ വിരൽ ചൂണ്ടുന്നത്, ഈ വലിയ ദുഷ്ടശക്തികൾ ആർക്ക് നേരെയാണോ വിരൽ ചൂണ്ടുന്നത്, ആ വിരൽ ചൂണ്ടപ്പെടുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, അതിന് മുന്നിട്ട് വരുമ്പോൾ തീർച്ചയായും അത് മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് അർഹമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറും ഞാനുമൊക്കെ കൂടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഓണാഘോഷം. അന്ന് വീട്ടിലേക്ക് പഴത്തിൻ്റെ കൊല കൊണ്ടുവരുന്ന കാലമാണ്. മറ്റേത് 1 കിലോ പഴം, 2 കിലോ പഴം. ഓണക്കുല ഒന്ന് ചെറുതായി പോയാൽ എല്ലാവരും കൂടി കൂക്കും, രാമാ പൂവ് എന്ന് പറഞ്ഞ് കൂക്കും. കാരണം ഈ കൊല ചെറുതാണ് എന്നാണ്. കൊല കൊണ്ടുപോകുന്ന ആളുകളെ നോക്കി നിൽക്കും റോട്ടിലൊക്കെ. ചെറിയ കൊല കൊണ്ടുപോകുന്ന ആളുകളെ കൂക്കി കളിയാക്കും. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു ഓർമ്മയാണ് ഓണത്തിൻ്റെ. ഞാനന്ന് എൻ്റെ കുട്ടിക്കാലം കരുവാട്ടുമനയിലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ തൊട്ടടുത്തുള്ള ഒരു ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു പടുകൂറ്റൻ വീട്ടിലാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കും, കുറേ ആളുകൾ പഴം കൊണ്ടുപോകുന്ന ആളുകളെ, വലിയ കൊല കൊണ്ടുപോകുന്ന ആളുകൾ കേമന്മാരാണ് എന്നൊരു ധാരണയാണ്. എന്നാലും അതൊക്കെ പോയി. ഇന്ന് ഓണം എന്ന് പറയുന്നത് സത്യത്തിൽ ചില മത്സരങ്ങൾ മാത്രമായിട്ട് മാറി. പൊന്നാനിയും ചാലക്കുടിയും തമ്മിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സരം ഓണക്കാലത്ത് നടക്കുന്നത്. അത് ഈ കുടിയിൽ, അത് സാധാരണഗതിയിൽ പെരുന്നാളിനും നടക്കുന്നുണ്ട്, ആ മത്സരം ഓണത്തിനും നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ കുടി ഏതാണ് എന്നാണ് ഈ മത്സരകാലത്ത് നടക്കുന്നത്. ഒന്നാമത്തെ കുടി പലപ്പോഴും ചാലക്കുടിയാണ്, രണ്ടാമത്തെ കുടിയാണ് പൊന്നാനി. അത് ഓണത്തിനും പെരുന്നാളിനുമൊക്കെ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. കാരണം മദ്യപിക്കുക അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയാകുക എന്നൊരു പ്രവണതയാണ് ആഘോഷങ്ങൾ കാണുന്നത്. അതിനൊക്കെ എതിരെയുള്ള ചില ബോധവൽക്കരണ പരിപാടികൾ കൂടി പലയിടത്തും നടക്കുന്നുണ്ട് എന്ന് സന്തോഷകരമാണ്. എന്തായാലും ഇങ്ങനൊരു പരിപാടി മുടങ്ങാതെ നടത്തുന്നു. ബാബുറായി സാർ വിളിച്ചു, എന്നോട് പറഞ്ഞു, എന്നോട് ആരെങ്കിലും വിളിച്ചു എന്ന് ഞാൻ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒരു പക്ഷം വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ വിളി സ്വീകരിച്ചു വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പലരോടും പറഞ്ഞു, SNDPയും NSSും യോഗക്ഷേമ സഭയും പലരും ഉണ്ട്, പക്ഷേ ആരും ഓണം ഇങ്ങനെ വിളിച്ചാഘോഷിക്കുന്നില്ല. MES അത് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ കാര്യത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ അത്തദിനാശംസകൾ. ഇന്നേക്ക് 10ാം നാൾ നമ്മൾ തിരുവോണം ആഘോഷിക്കുകയാണ്. ഈ വർഷത്തെ ഓണത്തിൻ്റെ ആദ്യത്തെ ക്ഷണം എൻ്റെ പ്രിയപ്പെട്ട കലാലയത്തിൽ നിന്നായത് ഏറെ സന്തോഷമുണ്ട്. ജയശ്രീയും തൗഫീഖ് മാഷും പറഞ്ഞത് അനൗപചാരികമായുള്ള ഒരു ഇരുത്തം, പിന്നെ ഒരുമിച്ച് സദ്യ. കാരണം ഓണം അവസാനിക്കാത്തൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, ദുബായ്. ആഴ്ചയിൽ ഒരൊറ്റ അവധി ആയതുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കും. ചിങ്ങം മുതൽ വരും കർക്കിടകം വരെയാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുക. ഓണത്തിന് ചരിത്രപരമായ ചില പിൻബലം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഓണത്തെക്കുറിച്ച് ഒരുപാട് വർഷം മുമ്പ് ഒരു ലേഖനം എഴുതി കുറുപ്പ് സാറിന് കൊടുത്തപ്പം സാറ് പറഞ്ഞു അതിൽ ഒരു ചില സാങ്കത്യം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പുറപ്പെട്ടു പോയ മുസ്ലിസിലെ രാജാവിൻ്റെ തിരിച്ചുവരവിൻ്റെ കാത്തിരിപ്പാണ് ഓണം എന്ന ഒരു സങ്കല്പത്തിനോട് സമാനതയുണ്ട്. കാരണം കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ചിരുന്ന ഒരു മഹാരാജാവിന് അദ്ദേഹം പുറപ്പെട്ടു പോയി. അതിൻ്റെ പല കാരണങ്ങളും അത് വിശദമായി പറയുമ്പോൾ നീണ്ടു പോകുമെന്നതിനാൽ ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ ചിലരും പിന്നെ പുതിയ കുട്ടികളും. വിജുഭാഷ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. കാരണം ഏറെ പ്രതീക്ഷയുള്ളതാണ്. കേവലം 1-2% കുട്ടികളെ വെച്ച് കൊണ്ട് നമ്മൾ പുതിയ തലമുറയെ ഒരിക്കലും വിലയിരുത്തരുത്. പണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാനും മാഷൊക്കെ ഏകദേശം ഒരേ ഏരിയയിലാണ്. അന്ന് ഓണം എൻ്റേതും കൂടാണ്, ഇന്നും എൻ്റേത് തന്നെയാണ്. കാരണം അന്ന് ഞങ്ങൾ ഈ പൂക്കൾ പറിക്കാൻ വേണ്ടി പോവും. കാരണം ഈ ഏറ്റവും വലിയ മടിയുള്ള സാധനം ഈ കാക്കപ്പൂവിൻ്റെ ഒക്കെ ഇപ്പം പലരും കണ്ടിട്ടുണ്ടാവില്ല. കാക്കപ്പൂവിൻ്റെയും തുമ്പപ്പൂവിൻ്റെ ഒക്കെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ ബിരുദന്മാരായ ആൺകുട്ടികൾ ഞങ്ങളെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരയ്ക്ക് മുകളിൽ വെള്ളമുള്ള സ്ഥലത്താണ് ഈ പിന്നെ പുൽക്കായ എന്നൊരു സാധനമുണ്ട്. അത് പെൺകുട്ടികൾക്ക് ഒരിക്കലും പറിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ പാടത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ പുൽക്കായ ഊരിയിട്ട് ഒരു വലിയ വട്ടി നിറയെ പുൽക്കായ വെക്കും. എന്തിനാന്ന് വെച്ചാൽ ഒരു ബാർട്ടർ സിസ്റ്റമാണ്. കാരണം പുൽക്കായ ഒരു പിടി കൊടുത്താൽ കുറച്ച് കാക്കപ്പൂ കിട്ടും. അങ്ങനെ വ്യത്യസ്ത തരം പൂക്കൾ പെൺകുട്ടികളിൽ നിന്ന് ബാർട്ടർ സിസ്റ്റത്തിൽ വാങ്ങി ഞങ്ങളുടെ ഒരൊറ്റ സമ്പാദ്യം എന്ന് പറഞ്ഞ ഈ പുൽക്കായ മാത്രമായിരിക്കും. അങ്ങനെ മടിയന്മാരായ ആൺകുട്ടികളും എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന പൂക്കളത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ ബഹുസ്വരതയുടെ പ്രതീകമാണ് പൂക്കളം എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദാനതയാണ് ഇപ്പോൾ പലരും നമുക്കറിയാം. ഇപ്പോഴത്തെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു അസുരമായ ഒരു അവസ്ഥയിൽ നിന്ന് ഒരേ ഭാഷ, ഒരേ അന്നം, ഒരേ സംസ്കാരം എന്നതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരിക്കലും സൗന്ദര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ പറിച്ചു വെച്ച ആ പുൽക്കായ മാത്രം ഇടുമ്പോൾ അത് വെറും ഒരു പച്ച കാർപ്പറ്റ് മാത്രമാവും. തുമ്പപ്പൂ മാത്രം അത് വെളുപ്പ് മാത്രമാവും. വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ ഇടുമ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാവുക. ബഹുസ്വരതയിലാണ് സൗന്ദര്യം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കലാലയത്തിനും അതിൻ്റെ സംഘാടകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും ആശംസയും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ 3 മിനിറ്റ് സമയമെടുത്ത് 3 കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പൊന്നാനി MES കോളേജുമായിട്ടുള്ള എൻ്റെ ബന്ധം 1975 മുതൽ 80 വരെയാണ് ഞാനിവിടെ പഠിച്ചിരുന്നത്. ഇവിടെ കോളേജ് മാഗസിൻ എഡിറ്ററായി 1979-80 കാലഘട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഇവിടുത്തെ അന്നത്തെ അധ്യാപകർ സക്കീർ സാറുണ്ട്, ബാബു സാറുണ്ട്, ഒരുപാട് അധ്യാപകർ. അതിൽ ഓർമ്മയിലുള്ള മറ്റൊരു അധ്യാപകൻ, ഇപ്പോഴില്ലാത്ത ഇവിടുത്തെ മലയാളം അധ്യാപകൻ KG രാധാകൃഷ്ണൻ സാർ. ഞാനിവിടെ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കൊരു അവാർഡ് എനിക്ക് അന്ന് അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി ഞാൻ ആ ഒരു മേഖലയിൽ മലയാളത്തിലാണ് പിന്നീട് ഞാൻ തുടർന്ന് സാംസ്കാരിക കവിത രംഗത്താണ് പ്രവർത്തിച്ചത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ പിന്നീട് ഒരു അധ്യാപകനായും അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഡയറ്റ് ലെക്ചറായിട്ടുമാണ് ജോലി ചെയ്തത്. കവിതാ രംഗത്തായിരുന്നു ഞാൻ കൂടുതൽ പ്രവർത്തിച്ചത്. അത് ഇവിടെ നിന്ന് കിട്ടിയ ഒരു മാഗസിൻ എഡിറ്ററും ഒക്കെ ആയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കവിതകളൊക്കെ എഴുതി ഇപ്പോൾ ഒരു 10-25 പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച്
അതിൽ 5-8 കവിതകൾ കേരള സർക്കാരിൻ്റെ പാഠപുസ്തകത്തിലൊക്കെ ഉൾപ്പെടുത്തുകയും അതിലൊരു കവിത കുട്ടികളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിലത്തെ ഒരു 4 വരിയും ഓണത്തെക്കുറിച്ചുള്ള 4 വരിയും ചൊല്ലി ഞാൻ അവസാനിപ്പിക്കാം. കുട്ടികളെ ഏറ്റെടുത്തൊരു കവിതയിലത്തെ വരി ഇതാണ്: നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. ബാക്കി ഞാൻ ചൊല്ലുന്നില്ല. യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരു 10-25 പേര് വ്യത്യസ്ത രീതിയിൽ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. നേരമില്ല എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി ഓണത്തെക്കുറിച്ചൊരു 4 വരിയും കൂടി ചൊല്ലി അവസാനിപ്പിക്കാം. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കവിതാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഒരു നിർദ്ദേശം തന്നത് ഓണം അന്നും ഇന്നും അതിനെക്കുറിച്ച് ഏറ്റവും ചെറിയ വരികൾ എഴുതി ഒരു മത്സരമായിരുന്നു. ഒരു 10 മിനിറ്റ് സമയമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കവിതയാണെന്ന് എഴുതിയത്. ആ കവിതയിലത്തെ ആദ്യത്തെ 4 വരിക്ക് ഞാൻ തിരുവോണം എന്ന് പേരിട്ടു. തിരുവോണം അന്നാണ്. രണ്ടാമത്തെ 4 വരിക്ക് ഞാൻ തിരിവോണം എന്നാണ്. ഓണം എങ്ങനെയാണ് തിരിഞ്ഞു വന്നത്. ആ 2 ഭാഗങ്ങളുള്ള 4ഉം 4ഉം 8 വരി ചെറിയ വരിയാണ്. ചൊല്ലി എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന് ഞാൻ നിർത്തുകയാണ്. അതിലത്തെ ആദ്യത്തെ 4 വരി ഇങ്ങനെയായിരുന്നു: ഓണം ഒരു തുമ്പച്ചിരിയിൽ, ഓണം ഒരു തുമ്പിച്ചിറകിൽ, ഓണം ഒരു കുമ്പച്ചോറിൽ, ഓണം ഒരു കുമ്പിൾ നിലാവിൽ. തിരുവോണം എന്ന രണ്ടാമത്തെ ഭാഗം 4 വരി ഇങ്ങനെയായിരുന്നു: ഓണം ഒരു ചന്തം, ഓണം ഒരു ചാനൽ തല്ല്, ഓണം ഒരു സർക്കാർ സർക്കസ്, ഓണം ഒരു ഒഴിവും കിഴിവും, ഓണം ഒരു ഒഴിവും കിഴിവും. എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ മാഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, പുതിയ കുട്ടികൾക്ക് എന്നെ അറിയില്ല. എൻ്റെ പേര് രുദ്രൻ വാര്യത്ത്. ഞാൻ ഈ MS കോളേജിൽ 84 മുതൽ 89 വരെ പഠിച്ച ഒരാളാണ്. പ്രായം വളരെ കുറവാണെന്ന് അർത്ഥം. അപ്പോൾ അതിനുശേഷമാണ് വീട്ടിൽ അമ്മയും അച്ഛനും അമ്മയും ഞാനും മാത്രം ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ ഏക മകനായിട്ടുള്ള ഞാൻ കവിത എഴുതാൻ ഒരു കാരണമുണ്ടായി. അതുകൂടി നിങ്ങളോട് പറയുകയാണ്. ഈ കാശ്മീരിലൊരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരു കുട്ടീനെ മൃഗീയമായി, പിന്നെ ഞാൻ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ചില കാപാലികർ ചെയ്തു. അതിൻ്റെ വാർത്ത കേട്ട് അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഇറ്റ് വീണു. 106 വയസ്സാട്ടാ. ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു വികൃതി 2-3 വരികളായിട്ട് ഞാൻ എഴുതി. അത് കവിതയൊന്നുമല്ല, വെറുതെ എന്തോ എഴുതി. അത് മോളെടുത്തിട്ട് FBയിലിട്ടപ്പോൾ അതിൽ നിന്നും കമൻസ് കൂടിയാണ് ഞാൻ ഇതൊരു കവിതയാണെന്ന് തിരിച്ചറിഞ്ഞത്. അതിന് ശേഷം കണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ തന്നെ കവിതാരൂപത്തിലാക്കി ഞാൻ വിടും. കവിതയാണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടാവുമല്ലോ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഈ രൂപത്തിലാക്കി വിടുക എന്നുള്ളൊരു സ്വഭാവം കിട്ടി. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചു പോണത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയമുള്ളവരെ, ആഹ്ലാദത്തിൻ്റെയും ഒട്ടനവധി ഓർമ്മകളുടെയും കഴിഞ്ഞകാല അനുഭവങ്ങൾ അയവിറക്കിക്കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ 4 ചുമരുകൾക്കുള്ളിൽ ഇരിക്കുന്നത്. MES അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുന്ന ഇന്ന് വീണ്ടും ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞകാല MESൻ്റെ വളർച്ചയ്ക്കും ഇനി അങ്ങോട്ടുള്ള വരാനിരിക്കുന്ന ഉയരങ്ങളിലേക്കുള്ള വളർച്ചയ്ക്കും എന്നും അതിന് മുതൽക്കൂട്ടായി നിന്നിട്ടുള്ളത് ഇത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നിലനിർത്തിപ്പോന്ന വളരെ സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ ഈ മാനുഷിക പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനാലാണ്, അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് അനുസ്മരിക്കുകയാണ്. ഇന്ന് ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന അത്തം ദിവസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ അത്തം മുതൽ അടുത്ത 10 ദിവസം കടന്നുള്ള തിരുവോണം വരെയുള്ള ഈ വർഷത്തെ മുഴുവൻ ഓണാഘോഷങ്ങളുടെയും ഒരു ഉദ്ഘാടനം കൂടിയാണ് പൊന്നാനി MES കോളേജിൽ ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ആ ഉദ്ഘാടന കർമ്മം കൂടിയാണ് ഇവിടെ ഇന്ന് ഇതിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചുമതലക്കാർ നിർവഹിച്ചിട്ടുള്ളത്. ഈ ഓണത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും നാളുകൾ ഇനിയും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും എല്ലാവിധ ഓണാശംസകളും അത്തദിനാശംസകളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സഹൃദയരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, ഞാൻ വർഷങ്ങളായി MESൻ്റെ ഒരു ഭാഗമാണ്. MES വന്ന കാലം മുതൽ ഇതേവരെ മതേതരത്വത്തിലൂന്നിയ പല പരിപാടികളും കോളേജിലും സ്കൂളിലും സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓണാഘോഷം പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഒരു പൊന്നാക്കാരനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ പൊന്നാനിയെ പോലെ മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം മറ്റെവിടെയും കാണാനില്ല. കാരണം മലബാറിൽ പല കുഴപ്പങ്ങൾക്കും കാരണഹേതുവായ ഒരു സംഭവമാണ് 1971 മലബാർ കലാപം. ആ കാലത്ത് പോലും പൊന്നാനി അതിൻ്റെ മഹനീയ പൈതൃകം സംരക്ഷിച്ച ഒരു പ്രദേശമാണ്. അന്ന് മലബാറിലെ കലാപകാരികൾ പൊന്നാനിയിൽ വന്നെങ്കിലും അക്കാലത്തെ ദേശീയ നേതാക്കളായ പൊന്നാനിയിൽ പ്രവർത്തിച്ചിരുന്ന കേളപ്പൻ, അഡ്വക്കേറ്റ് KV രാമമേനോൻ, അതേപ്രകാരം തന്നെ അന്നത്തെ മഹ്ദൂം തങ്ങൾ, ആത്മീയ നേതാവായ മഹ്ദൂം തങ്ങൾ, ഖിലാഫത്ത് സമരയോദ്ധാക്കളായ അതിനയിൽ പടിഞ്ഞാറത്ത് ഇമ്പിച്ചിക്കോയ തങ്ങൾ, മാന്ത്രികത്ത് മക്കി ഇമ്പിച്ചി തുടങ്ങിയ ഒരു പറ്റം സഹൃദയരായ ആളുകൾ അവരെ സമീപിച്ച് പൊന്നാനിയുടെ മഹനീയ പാരമ്പര്യം അവരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകുകയും ചെയ്ത് തിരിച്ചയച്ച ഒരു പ്രദേശമാണ്. ഒരുപക്ഷേ നമ്മുടെ സാംസ്കാരിക ആസ്ഥാനം തൃശ്ശൂരാണെങ്കിലും ഒരു കാലത്ത് മലബാറിൻ്റെ സാംസ്കാരിക ആസ്ഥാനം പൊന്നാനിയായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്, ചരിത്ര പണ്ഡിതനായ അഡ്വക്കേറ്റ് ഡോക്ടർ MGS നാരായണനും അതുപോലുള്ള പല ആളുകളും, C രാധാകൃഷ്ണൻ തുടങ്ങിയ പലരും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പൊന്നാനിയുടെ ഒരു സാംസ്കാരിക പൈതൃകം. ഏതായാലും ആ പൈതൃകം നിലനിർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ MES കോളേജ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. സഗീർ സാറിനെ ക്ഷണിക്കുന്നു.
ഇന്ന് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഓണ സംഗമത്തിന് എത്തിയിട്ടുള്ള അതിഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇവിടുത്തെ ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, മറ്റ് MBSൻ്റെ +2 സ്കൂളിലെ സ്റ്റാഫ്, അവരെല്ലാവരും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഓണ സ്മരണകളെക്കുറിച്ച് പറയാച്ചാൽ എനിക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് വളരെ കൊച്ചുനാൾ മുതൽ ഉള്ള ആ അനുഭവങ്ങൾ, അത് കഴിഞ്ഞ് കോളേജ് അണ്ടർ ഗ്രാജുവേറ്റ് കാലഘട്ടത്തിലുള്ളത്, പിന്നെ അതിനുശേഷമുള്ള ഇങ്ങനെ പല ഫേസസ് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചുനാളിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ അല്പസ്വല്പം കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ ഒരു കൊയ്ത്തെല്ലാം വരും. അന്നേരം അത് കഴിഞ്ഞ് ഉടനെ തന്നെ ആ പുന്നെല്ല് ഉണക്കി അതിൻ്റെ ആ പുത്തരി ചോറും, അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് കൊഴിച്ചിട്ട് പൊന്തി വന്നിട്ടുള്ള കായ്കറികൾ, ഇതൊക്കെ പാചകം ചെയ്തിട്ടുള്ള വിവിധ വെജിറ്റേറിയൻ ശാപ്പാടും, പ്രത്യേകിച്ച് ഈ നേന്ത്രക്കൊലകൾ, അത് പച്ചക്കായ വറുത്തത്, അതുപോലെ ശർക്കര വരട്ടി, പഴം പഴുത്ത നേന്ത്രക്കായ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ, ഇതൊക്കെയാണ് ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഡിഗ്രി ചെയ്തിരുന്ന കാലത്ത് അവിടെ ഒരാഴ്ചയാണ് ഓണാഘോഷം. നമ്മൾ ഓണം വെക്കേഷന് ഉടനെ, വെക്കേഷനായ ഉടനെ വീട്ടിൽ പോകാതെ, ധൃതി വെക്കാതെ ഈ ഒരു 2-3 ദിവസം തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനം മുതൽ ഇങ്ങ് പാളയം വരെ നടന്ന ഈ ഇല്യൂമിനേഷൻ അത് കണ്ട് ആസ്വദിക്കുകയാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവരും. പിന്നെ ഓണസദ്യ എന്നൊക്കെ പറയുന്നത് അത് പിന്നെ വളരെ എല്ലായിടത്തും ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ആണ് ഈ വള്ളംകളിയും, അതുപോലെ തൃശ്ശൂർ ഇപ്പോൾ പറഞ്ഞു, പിന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് എന്നിപ്പോൾ മാഷ് പറയണ്ടായി. അപ്പോൾ തൃശ്ശൂരിലുള്ള ഈ പുലിക്കളി, അതുപോലെ ആലപ്പുഴയിലെ ആറന്മുള വള്ളംകളി, ഇതൊക്കെ ഈ കായിക വിനോദങ്ങളൊക്കെ ഓണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ആസ്വദിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിലൊക്കെ ഉപരി ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ഓണാണ്. എല്ലാ കമ്പനികളുടെയും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ഓരോ കമ്പനികളുടെ ഓഫറുകളും മറ്റതാണ്. അപ്പോൾ അതൊരു ഒരു ബിസിനസ് രീതിയിലേക്കാക്കി മാറ്റിയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻസൊക്കെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ MESൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും സംഘടിപ്പിച്ചു വരുന്നത് മതേതരത്തിന് എടുത്ത് കാണിക്കാൻ വേണ്ടി ഈ ഒത്തുചേരൽ. ഇവിടെ നിന്ന് ഒരു ഗാലക്സി ഓഫ്
ഗസ്റ്റുകളാണ് ഇരിക്കുന്നത്. വിജു നമ്മുടെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. വിജു നായരങ്ങാടി, കുഞ്ഞോമത്, അഷറഫ്, പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും, കൃഷ്ണകുമാർ, ഡോക്ടർ അബ്ദുറഹ്മാൻ, ഇമ്പിച്ചു കോയതങ്ങൾ, രുദ്രൻ, സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരെല്ലാവരും ഒത്തുകിട്ടി ഒരുമിച്ച് എല്ലാവരുടെയും പ്രഭാഷണങ്ങളും പ്രത്യേകിച്ച് രുദ്രൻ്റെയും സുബ്രൻ്റെയും എല്ലാം കവിത പാരായണങ്ങളൊക്കെ കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. വീട്ടിൽ വളരെ തിരക്ക് പിടിച്ച് 2 ഇലക്ട്രീഷ്യൻസ് അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. വൈഫ് തനിച്ചാണ്. എന്നാലും ഞാൻ നിവൃത്തില്ല, പോയേ പറ്റൂ എന്ന് പറഞ്ഞ് വന്നിട്ടാണ്. സർവർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. നമ്മുടെ കോളേജിലെ ആദ്യ കോളേജ് യൂണിയൻ ചെയർമാനായ JP വേലായുധനെ ക്ഷണിച്ചു. സദസ്സിലും ഡയസിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഈ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് സൗഹൃദങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥ ഓണം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓണത്തിൻ്റെയൊക്കെ മൂല്യം നഷ്ടപ്പെട്ടിരിക്കണം. അത് നെല്ലിൻ്റെയും വിത്തിൻ്റെയൊക്കെ ആഘോഷമായിരുന്നു. ഓട്ടം, വിൻ്റർ, സമ്മർ എന്ന 3 വിരിപ്പും പുണ്ടകൻ, പുഞ്ച എന്ന 3 കൃഷിയാണ് നമുക്കുണ്ടായിരുന്നത്. കൃഷിയിൽ ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അവിഭാജ്യമായ ഘടകം. ഇന്നത്തെ ഈ വിരിപ്പ് കൃഷിയിൽ ഉണ്ടാകുന്ന നെല്ല് അതുകൊണ്ടാണ് പുന്നല്ലാക്കി ഉപയോഗിച്ച് നമ്മൾ ചോറുകൊണ്ടിരുന്നത്. ഈ പുന്നലാണ് പിന്നീട് ഉണക്കി വെച്ച് അടുത്ത സീസണിലേക്ക് ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വിത്ത്. ഇന്നിപ്പോൾ വിത്ത് എവിടെ ഉണ്ടാവുക? അത്രയും വിത്തൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ ഹൈബ്രിഡാണ്. 2 മാസം 3 മാസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഹൈബ്രിഡ്. കേരളത്തിൽ ഇപ്പോൾ വിത്തുണ്ടോ, കൃഷിയുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ കായലോരത്ത് മാത്രമേ ഉള്ളൂ. ആ കായലോരം തീർക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ന് സങ്കടപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ കൃഷി, കേരളത്തിലെ ജനങ്ങൾ കൃഷിക്കാരാണ്, വ്യവസായികളല്ല. ഇതൊക്കെ എങ്ങനെ നിലനിർത്തണം? നമ്മൾ പഴയതിലേക്ക് തിരിച്ചു വരണം. ആ തിരിച്ചു വരാൻ ഈ അക്കാദമിക്ക് പോലുള്ള സ്ഥാപനങ്ങൾ മഹത്തായ പങ്ക് വഹിക്കാനുണ്ട്. രാജ്യത്ത് നടക്കുന്ന പുതിയ പുതിയ കാലഘട്ടത്തിലുണ്ടാകുന്ന ധ്വനികളുണ്ട്. ആ ധ്വനികൾ ഏറ്റെടുത്തുകൊണ്ട് അക്കാദമി വളരെ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ബബിത ഷാജി. JP അല്ലേ? നമസ്കാരം പ്രിയപ്പെട്ടവരെ. നല്ലൊരു ഓണസദ്യ വിളമ്പിയ പ്രതീതിയായിരുന്നു. ഓരോ ആളുകളുടെയും സ്മൃതികളിങ്ങനെ അയവിറക്കുമ്പോൾ. എൻ്റെ പേര് ബബിത ഷാജി. ഞാനിവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഓർമ്മകളിലെ ഓണം നാട് കടന്നാൽ പിന്നെ പ്രവാസത്തിലാണ്. ഞങ്ങളുടെ ഓരോ വ്യക്തികൾക്കും പറയാനുണ്ടാവും ഓരോ പ്രവാസത്തിലെയും ഓർമ്മകൾ. പ്രവാസത്തിലെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ 2 ഘട്ടങ്ങളിലാണ്, അല്ലെങ്കിൽ 2 തലങ്ങളിലായാണ് എനിക്ക് അവിടെ കാണാനായിട്ടുള്ളത്. ഒന്ന്, കുടുംബങ്ങളുമായിട്ടൊക്കെ ആഘോഷിക്കുന്ന ഓണാഘോഷങ്ങൾ. പലപ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിഷമത്തോടെ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പല പ്രവാസികളുടെയും ലേബർ ക്യാമ്പിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ചില ഓർമ്മകളാണ്.
അതുപോലെ ഓണാഘോഷങ്ങൾ. നാടും വീടും മുറ്റവും എല്ലാം വിട്ട് മറ്റൊരു മറുനാട്ടിലേക്ക് കടക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ എത്രത്തോളം നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ സ്മരണകളായിട്ട് വരുന്നുണ്ടെന്നറിയോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓണാഘോഷം ഗൾഫ് രാജ്യങ്ങളിലൊന്നും, പ്രത്യേകിച്ചും UAE-യിൽ സെപ്റ്റംബറിൽ തുടങ്ങി അത് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അതിനൊക്കെ വേണ്ടി പല സംഘടനകളും ഓണാഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിലും ഒരു സന്തോഷമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ഓണാഘോഷങ്ങൾ പ്രവാസികളും മറക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ വർഷവും വന്നു ചേരുന്ന ചിങ്ങമാസത്തിലെ ഈ ഓണനിലാവ് കുട്ടികൾക്ക് ഓരോ വർഷവും വന്നു ചേരുന്ന പുത്തനുടുപ്പുകളും മറ്റും അല്ലാതെ ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രവാസികളായിട്ടുള്ള കുട്ടികളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ പഠിച്ചു വരുന്നതല്ലാതെ നേരിട്ട് അറിവില്ലാത്ത കുട്ടികളുണ്ട്. പക്ഷേ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ അനുഭവ കഥകളിലൂടെയൊക്കെ അവരും അവരുടെ നാടും നാട്ടോർമ്മകളൊക്കെ അയവിറക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പല സംഘടനകളും സംഘടിപ്പിക്കുന്ന ഓണക്കവിതകളും ഓണക്കഥകളുമൊക്കെ. പലപ്പോഴും അമ്പരപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കണ്ടിട്ടില്ലാത്ത, അവർ കേൾവി മാത്രമുള്ള പല കഥകളെയും കവിതകളെയുമൊക്കെ അവരുടെ മനസ്സിൽ നിന്നും എടുത്ത് അവർ കഥകളും നല്ല നല്ല കവിതകളും ഒക്കെ എഴുതാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് അഭിമാനിക്കാം. നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മളുടെ അനുഭവങ്ങളിലൂടെ ഉള്ള നല്ല കഥകളും നല്ല കവിതകളും നാളേക്ക് വേണ്ടി, നാളേക്ക് ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടിയും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു ഓണസംഗമം സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും MES കോളേജിനും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. MES ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീബ ടീച്ചർ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് ഓണസ്മൃതികളെയൊക്കെ കേട്ടു. ഇന്ന് ഒരു കാലത്ത് നമ്മളിങ്ങനെ കൂടിയിരുന്നൊന്നും ആഘോഷിച്ചിരുന്നതല്ല ഓണം എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ കൂടിയിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം ഓണാഘോഷ പരിപാടി സ്കൂളിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ എൻ്റെ ഓഫീസിന് മുന്നിലൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് പത്രം വെക്കാറുണ്ട്. കാരണം ചിലരൊക്കെ അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ പത്രമൊക്കെ ഒന്നെടുത്ത് മറിച്ച് നോക്കുമ്പം ഒരു 2 അക്ഷരം അങ്ങനെങ്കിലും വായിക്കട്ടെ എന്ന് കരുതിയിട്ട് അത് അലസമായി പത്രം ഇട്ടിരിക്കുകയാണ്. അവർക്ക് തോന്നുന്ന പോലെ എടുത്ത് വായിക്കാൻ വെച്ചിട്ട് പോവാം എന്നുള്ള രീതിയിൽ. അപ്പോൾ സാധാരണ കുറച്ച് കുട്ടികൾ അവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഓണാഘോഷ പരിപാടി 29-ാം തീയതിയാണ്, അപ്പോൾ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഓണത്തിന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അത് ഹിന്ദുസിൻ്റെ പരിപാടിയല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ അത്രമാത്രം നമ്മളൊന്നും ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന രീതിയിലല്ല ഇന്ന് കുട്ടികൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഒരു സെറ്റ് സാരി എടുത്താൽ അത് നമ്മുടെ വേഷമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീട് അവിടെ നിന്നിട്ട് ഒരു സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് പിന്നെ ഞാൻ ഓഫീസിലേക്ക് കയറിപ്പോയുള്ളൂ. കാരണം ആ ഒരു ധാരണ നമ്മൾ തിരുത്തേണ്ടത് തന്നെയാണ്. അത് ഹിന്ദുസിൻ്റെ ഓണം പരിപാടിയല്ല എന്നുള്ളതും അത് ഇന്നതാണ് ഓണത്തിൻ്റെ കാര്യങ്ങൾ ഒരു കാർഷിക ഉത്സവമാണ്. ഇനി ആണെങ്കിൽ തന്നെ ഒരു ഹിന്ദുസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു പരിപാടി ആണെങ്കിൽ തന്നെ അത് നമ്മൾ അംഗീകരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതും പറഞ്ഞു കൊടുത്ത് അവരവിടുന്ന് പറഞ്ഞയക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്.
ഇതിൻ്റെ തന്നെ ഈ കുട്ടികളൊക്കെ തന്നെ ഇന്ന് നാളെ സമൂഹത്തിലേക്ക് വരേണ്ട ആൾക്കാരാണ്. അപ്പോൾ നാളത്തെ കാര്യം എന്താണെന്ന് ആലോചിക്കുമ്പം ഭയങ്കരമായി നമുക്കൊക്കെ ടെൻഷൻ തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ചേർന്നിരിക്കാൻ ഓരോ സ്കൂൾ തലത്തിൽ MES എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തലത്തിലും, ഓരോ സ്കൂൾ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു താലൂക്ക് തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മളെ നമ്മുടെ ചിന്തകളെ എല്ലാം നമ്മൾ എന്താ പറയുക വികസിപ്പിക്കാൻ, നമ്മൾ ഓരോരുത്തരും വ്യക്തികളിലെ നമ്മൾ ആ ഒരു നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ, നമ്മൾ സമൂഹത്തെ നല്ല രീതിയിലേക്ക് ചിന്തിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ്. MESൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് സത്യത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കരുതുന്നു. നേരത്തെ ഒരു കവിത MESനെ പറ്റി ഇവിടെ അവതരിപ്പിച്ചു. സത്യത്തിൽ അത് കേൾക്കുമ്പം നമുക്കൊക്കെ ഇങ്ങനെ വളരെയധികം അഭിമാനം തോന്നാം. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണല്ലോ, അതിൻ്റെ കീഴിലാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ആ ഒരു ആശയങ്ങൾ എത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നതാണ് എന്നാലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുക. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ വരാനും ഇവിടെ ഇങ്ങനെ ഒരു ഇപ്പം ഞാൻ 2000-ലാണ് MES സ്കൂളിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ ഹെഡ് മിസ്ട്രസ്സായി. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. ഏതായാലും ഇവിടെ എത്തിയ എല്ലാവർക്കും നല്ല ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. പൊന്നാനി മുൻ മുനിസിപ്പൽ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, പ്രിയ സ്നേഹിതൻ. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഓണക്കാലത്ത് എല്ലാവരെയും കാണുക എന്നുള്ളത് തന്നെ നിറഞ്ഞ സന്തോഷമാണ്. ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. താങ്ക് യു. ഞാൻ മൈക്ക് ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യാം. എല്ലാവരും 2 ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേദിയിലും സദസ്സിലുമുള്ള സഹൃദരായ നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് തന്നെ ഒരു സുഹൃതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. ഓണം എന്നുള്ളത് അതിൻ്റെ സത്യയും മിഥ്യയും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ ഈ കാലിക സാഹചര്യങ്ങളിൽ ഇവിടെ ടീച്ചറൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അത് നമ്മുടെ മാനവികതയുടെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓണം നമ്മളത് വലിയ വിപുലമായിക്കൊണ്ട് ഇവിടെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പല വിധത്തിലും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൻ തലമുറ എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള നമ്മളുടെ ആ തലമുറകളുടെ ചെറുപ്പകാലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴുണ്ടാകുന്ന ഓണത്തിൻ്റെ ഒരു പ്രതീതി, അതിന് അവിടെ വർഗീയതയില്ല, ജാതിയില്ല, മതമില്ലാത്ത വിധത്തിൽ നമ്മളെല്ലാവരും തന്നെ ഏകോദര സഹോദരന്മാരായിക്കൊണ്ട് ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ണുന്നു. അതേപോലെ തന്നെ ഓണത്തിന് പൂക്കളമിടുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ നേരത്തെ ഷാജി ഹനീഫ പറഞ്ഞതുപോലെ തന്നെ പൂക്കൾ പറിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലായിടത്തും പോയി പൂക്കൾ പറിച്ചു. നമ്മളെന്ത് തൃക്കാക്കരപ്പൻ വെക്കുന്നു, അതേപോലെ തന്നെ പൂക്കളമിടുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ നാട്, ഞാൻ കടവനാടായിരുന്നു ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ അവിടെ എന്ന് പറയുന്ന ആ ഗ്രാമീണ സാഹചര്യം, കടവുകളുടെ നാടായിട്ടുള്ള അവിടെ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ എല്ലാവരും തന്നെ ചേർന്നിരുന്നു കൊണ്ട് അവിടെ പിന്നെ ലക്ഷ്മി അടുത്തി ഉണ്ടായിരിക്കും, ദേവകി അടുത്തി ഉണ്ടായിരിക്കും, പാത്തുമുത്തുണ്ടായിരിക്കും. ഇവരൊക്കെ തന്നെ എല്ലാവരും ചേർന്നിരുന്നു കൊണ്ടാണ് പൂക്കളിടുന്നതും അതുപോലെ തന്നെ പിന്നെ തുമ്പി തുള്ളുക എന്ന് പറഞ്ഞിട്ട് മുടി അഴിച്ചിട്ടിട്ടുള്ള ഒരു തുള്ളലൊക്കെ ഉണ്ട്. ആ തുള്ളലൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇന്ന് കേവലം ഒരു ഓർമ്മകൾ മാത്രമാണ്. അതൊക്കെ ഓണത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെല്ലുന്നത് നേരെ നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ. ആ ഓണത്തിന് 3-4 ദിവസം തുടർച്ചയായുള്ള ഭക്ഷണം, ഉച്ചഭക്ഷണം ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ വീടുകളിലായിരിക്കും. അവരുടെ അമ്മമാർ നമുക്ക് ആ സുഭിഷ്ടമായി നാക്കിലയിട്ട് അതിലേക്ക് പിന്നെ വളരെ സുഭിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് വിളമ്പിത്തന്ന് നമ്മളെ ഊട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിർവൃതി
ഇന്ന് അതൊക്കെ തന്നെ മരീചികയായി മാറുന്നോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ MES ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാനും ഈ സന്ദേശം വരും തലമുറകളിലേക്ക് എത്തിക്കാവുന്ന വിധത്തിൽ ഇവിടെ സംഘടിപ്പിക്കുവാനും കാണിച്ച ഇതിൻ്റെ ആ നന്മ നിറഞ്ഞ ഉദ്ദേശത്തിൻ്റെ എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസർ ഇമ്പിച്ചുകോയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, കോളേജ് യൂണിയൻ എഡിറ്ററായിരുന്നു, ഇപ്പോൾ ICSRൻ്റെ ചെയർമാൻ. സമയം 1:15 യഥാർത്ഥത്തിൽ ഓണം എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്താനായിട്ടുണ്ട് നമ്മൾ. ഈ എല്ലാ ആഘോഷങ്ങളുടെയും ഒരു കാതൽ എന്ന് പറയുന്നത് ഭക്ഷണമാണ്, അതിലൊരു സംശയവുമില്ല. അന്നം വിളമ്പിയിട്ടാണ് നമ്മൾ സൗഹൃദം പങ്കുവെക്കുന്നത്. ഓണത്തിനത് സദ്യയാണ് പ്ലസ് പായസം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ മാതിരി. അതിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മതവും ജാതി ഒന്നും നോക്കണ്ട. തിന്നാൻ കിട്ടുന്നിടത്ത് ഒത്തുചേരുക, 4 വർത്താനം പറയുക, അതിലൂടെ ഒരു സന്തോഷമുണ്ട്. ഈ വർത്താനം കഴിഞ്ഞിട്ട് അവസാനം തീറ്റ, അപ്പോഴാണ് ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമ്മൾ ശബരിമലയിൽ പോയി വരുന്നു, ഒരാൾ അരവണ കൊണ്ടിരുന്നു, നമ്മൾ തിന്നുന്നു, നമ്മൾ ബാക്കിയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് എത്രമാത്രം കയ്യിനകത്ത് കിട്ടും അത്രമാത്രം അത് നക്കി തുടച്ച് തിന്നുക എന്നുള്ളതാണ്. നോമ്പായാലും പെരുന്നാളായാലും എല്ലാത്തിലും. അപ്പോൾ ഇതൊരു അതിലേക്ക് ആണ് നമ്മൾ, അതാണ് മെയിൻ സത്ത എന്ന് പറയുന്നത്. അതിലൂടെ പലതും വരുന്നുണ്ട്, അതിൽ നമ്മൾ ഉൾക്കൊള്ളുക. പലതും പറയും, പല സംഗതിയും നടക്കും. ഇപ്പോൾ ഞാനൊക്കെ പോയി എന്താ പറയുക, മരിച്ച വീട്ടിൽ നെയ്ച്ചോറും പോത്തിറച്ചും ഉണ്ടാവും, മുജാഹിദിൻ്റെ ആൾ തിന്നൂല. നമ്മൾ അവിടെ അത് നോക്കണ്ട, സുന്നി മുജാഹിദും നോക്കണ്ട. നല്ല നെയ്ച്ചോറും ബീഫും തിന്നാലേ മരിച്ച വീടല്ല. പണ്ടൊക്കെ കണ്ണോക്ക് മരിച്ചാൽ തന്നെ വലിയ ആഘോഷം, 3 ദിവസം ആകെ തീറ്റ പരിപാടിയാണ്. അതോടുകൂടി മരണം മറക്കും, സങ്കടം മറക്കും, ഒക്കെ മറക്കും. 3 ദിവസം ലൈറ്റും ജനറേറ്ററും, 3 ദിവസം മൂലാമാരെ ഓത്തും ചന്ദൻ തിരിയും. എന്തൊരു രസമാണെന്ന് പറയുമോ, മരണം പോലും ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ കൊല്ലം അങ്ങനെ ആഘോഷിച്ച് നമ്മൾ ഈ ബേജാറ്, ടെൻഷൻ, ആകെ ജഗപോക അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ സജീവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. MESൻ്റെ ജില്ലാ ഭാരവാഹി ഇസ്മായിൽ ഷെങ്ക്. പ്രിയപ്പെട്ടവരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, MESൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ എല്ലാ സ്കൂളുകളും കോളേജുകളിലും നടന്നു വരുന്ന സൗഹൃദ സദസ്സാണ് പൊന്നാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഹൃദങ്ങൾ തിരിച്ചു പിടിക്കുവാനും അതേപോലെ തന്നെ നമ്മളെ വരും തലമുറക്ക് നമ്മൾ ഓണം എന്താണോ, ഓരോ ആഘോഷം എന്താണോ അതിലൂടെ നമുക്ക് നൽകുന്ന ഈ സന്ദേശം, ആ സന്ദേശം നമ്മളെല്ലാവരും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരും ആ സൗഹൃദത്തിൽ പങ്കുചേർന്നുകൊണ്ട് MES ഇങ്ങനെ ഒരുക്കിയ ഈ സൗഹൃദ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥിയായ അഷ്റഫ് ക്ഷണിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേരും. ഇപ്പോഴത്തെ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. നബിദിനം ഓണം ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബഹുസ്വരതയുടെ പ്രതീകമാണ് ഓണം എന്നുള്ളതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരുമിച്ചിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുമ വീണ്ടെടുക്കുക. ഈ പരസ്പരം നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ അധ്യാപക ശ്രേഷ്ഠന്മാരാലും കവികളാലും സാഹിത്യകാരന്മാരാലും പ്രമുഖ വ്യക്തിത്വങ്ങളാലും സമ്പൽ സമൃദ്ധമായ ഒരു സദസ്സാണിത്. ഈ ഒരു സദസ്സിൽ കുറച്ച് നേരം 2 മണിക്കൂറായി നമ്മളിവിടെ ഏറെക്കുറെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. അത്യാവശ്യം വിശക്കുന്നുണ്ട് കേട്ടോ. ഈ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് വിശപ്പ് പെട്ടെന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പായസം കുടിക്കാനും ഒക്കെ നേരമായിട്ടുണ്ട്. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വിഷമിപ്പിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പറയാൻ ഒരുപാടുണ്ട്, ഓണത്തെക്കുറിച്ച് പറയാനുണ്ട്. പൊന്നാനി MES കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടാണ്. അങ്ങനെന്താ പറയാൻ കാരണം എന്താ പറയുക, പോയി കുട്ടികളോട് വേണ്ടി പറയാം. ഏറ്റവും കൂടുതൽ കാലം പൊന്നാനി MES കോളേജിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. 75 മുതൽ 85 വരെ 10 കൊല്ലം. അതുപോലെ എല്ലാവരും നോക്കും. എൻ്റെ 2 അധ്യാപകരുണ്ട്, എന്നെക്കാൾ ചെറുപ്പമുള്ള 2 അധ്യാപകർ. ഒന്ന് സക്കീർ ഖാദിരി സാറും ഒന്ന് ബാബു ഇബ്രാഹിം സാറും. എന്നെ പഠിപ്പിച്ച 2 അധ്യാപകരാണ്. അവരൊക്കെ ഇപ്പോൾ ചെറുപ്പമാണ് കേട്ടോ, ഞാൻ പ്രായമായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെന്താണെന്ന് വെച്ചാൽ 2 ഡിഗ്രി എടുത്തു, BCom എടുത്തു, BSc ജിയോളജി എടുത്തു, അപ്പോൾ അതുകൂടാതെ ഒരു PG എടുത്തു.
അപ്പോൾ എത്ര കൊല്ലമായി? 8-9 കൊല്ലം അങ്ങനെ തന്നെ ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേർന്നിട്ടും പോയിട്ടൊക്കെ ആയിട്ട് അങ്ങനെയും പോയി. 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് വരുന്ന സുഖത്തിലാണ് ഇവിടെ വരുന്നത്. എന്ത് തിരക്കുണ്ടെങ്കിലും വിളിച്ചപ്പോൾ നാസി വിളിച്ചപ്പോൾ ഓടിക്കളിച്ച് വരാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഓണവും നബിദിനവും ബഹുസ്വരത നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MES ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സുധീർ സാറ് സെൽ. എല്ലാവർക്കും നമസ്കാരം. MESൻ്റെ 60-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അങ്ങോളമുള്ള MES സ്ഥാപനങ്ങളിൽ ഓണ സൗഹൃദ സദസ്സ് നടക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓണസദ്യ, ഓണം എന്ന് പറയുമ്പോൾ സദ്യയാണ് നമ്മുടെ മുന്നിലും മനസ്സിലും വരിക. അതൊക്കെ റെഡി ആയിക്കൊണ്ടുള്ള അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്താൻ പോവുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് MESൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ പ്രിയപ്പെട്ട PN കുഞ്ഞുമുഹമ്മദ് ഖാനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ വളരെ സന്തോഷമായിട്ട് കൂടി ഇനിയിപ്പോൾ ഒരു ഭക്ഷണത്തിന് പിരിയാണ്. കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ബഹുമാന്യായ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം ഡിക്ലെയർ ചെയ്തതാണ് എല്ലാ MES സ്ഥാപനങ്ങളും അതുപോലെ MESൻ്റെ താലൂക്ക് കമ്മിറ്റികൾ, ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികളൊക്കെ വിപുലമായ രീതിയിൽ സമൂഹത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പിന്നെ ഓണം ആഘോഷിക്കുക എന്നുള്ളത്. അത് നമ്മുടെ MESൻ്റെ ഓരോ പരിപാടിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. സാധാരണ ജനകീയമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഓരോ വിഷയത്തിലും അത് ഓരോ സമയത്ത് ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഓരോ പ്രസ്താവനകൾ ഇറക്കുകയും അതിനോടൊത്ത് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഏറെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ആദ്യമായിട്ട് പൊതുവെ നന്ദി പറയുകയാണ്. പിന്നെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന MESൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫിയാജി, അദ്ദേഹത്തോട് ഈ പരിപാടിക്ക് എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. പിന്നെ ഈ പരിപാടി വളരെ കളർഫുള്ളാക്കിയ നമ്മുടെ കവിയരങ്ങൊക്കെ ആക്കിയ നമുക്ക് നമ്മുടെ MESനെ കുറിച്ച് ഇവിടെ രുദ്രൻ വാര്യത്ത് എഴുതി നിങ്ങൾ ആ കവിത നമ്മളെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ വന്നതാണ്. പക്ഷെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഒരാളും അങ്ങനെ അത്ര അദ്ദേഹം ഇപ്പം നമ്മൾ ഈ കാലത്തൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ പൊതുവെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. അപ്പം പക്ഷേ അദ്ദേഹം എഴുതിയ വരികൾ എത്ര മനോഹരമാണ്. അതുതന്നെ ഒരു മതേതര നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു അടയാളമാണ്. ഏറെ സന്തോഷമുണ്ട് രുദ്രൻ, പിന്നെ വസീഫ്, ഷാജി, പിന്നെ സുബ്രഹ്മണ്യൻ, ഇവിടെ നമ്മുടെ കൃഷ്ണകുമാർ, പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യം വന്ന ബഹുമാന്യ സി ഹരിദാസ് സാർ, പുള്ളി എന്തോ തിരക്കില്ലാരും പോയി. പിന്നെ നമ്മളെ ചെയർമാൻ OP, സെക്രട്ടറി, പിന്നെ വൈസ് ചെയർമാൻ ഇക്ബാൽ, ഇങ്ങനെ എല്ലാവരും, നമ്മളെ പ്രിൻസിപ്പൾ, പഴയ പ്രിൻസിപ്പൾ കാജി സാറ്, ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൻ്റെ ഞാൻ കുറേ കാലത്ത് സ്കൂളിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട്, ശിവ ടീച്ചറുണ്ട്, അങ്ങനെ എല്ലാവരും ഈ പരിപാടിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ അധ്യാപകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അവരാണ് ഇത് ശരിക്കും ഓർഗനൈസ് ചെയ്തത്. ഞങ്ങളുടെ പരിപാടിയാണ്, ഞങ്ങൾ MESൻ്റെ ഇവിടുത്തെ ഈ മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും അതിന് സജീവമായിട്ട് അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ഇവിടുത്തെ അധ്യാപകരായിരുന്നു. ഏറെ സന്തോഷം എല്ലാവരും പങ്കെടുത്തതിൽ. കൂടുതലായി തന്ന എല്ലാവർക്കും ഓണാശംസകൾ.